നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. 2026 ആണ്ട് ഏവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. 2026 എന്ന വർഷത്തിന്റെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലത്തെയാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. 2026 എല്ലാവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. എല്ലാവർക്കും പുതുവർഷ ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഓരോരോ നക്ഷത്രക്കാരുടെ പ്രത്യേകം ഫലങ്ങളെ പറഞ്ഞു പോകാം. ഇപ്പോൾ നമുക്ക് 2026 അശ്വതി നക്ഷത്രക്കാർക്ക് എങ്ങനെ ഉണ്ടാകും എന്ന് പരിശോധിക്കാം. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് വ്യാഴം 3, 4 ഭാവങ്ങളിലാണ്. ശനി 12ലും രാഹു 11ലും സഞ്ചരിക്കുകയാണ്. 2026 ഫലങ്ങൾ ഏതാണ്ട് അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷത്തേതിന് ഏറെക്കുറെ സമാനമായിരിക്കും എന്ന് തന്നെ പറയാം. കാരണം ശനി, വ്യാഴം, രാഹു എന്നീ ഗ്രഹങ്ങളുടെയൊക്കെ രാശിമാറ്റം 2025 തന്നെ സംഭവിച്ചതാണ്. ചെറിയ മാറ്റങ്ങളാണ് പ്രതീക്ഷിക്കേണ്ടത്. എന്നിരുന്നാലും പുതുവർഷം അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് നല്ല ഒരു വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് അശ്വതി നക്ഷത്രക്കാർ പുതുവർഷത്തിൽ അറിയേണ്ട കാര്യങ്ങളിലേക്ക് കടക്കാം. നിലവിലെ തൊഴിൽ അഥവാ ഏത് തന്നെ പദവി വഹിക്കുന്നവരാണെങ്കിലും അതേപോലെ തന്നെ തുടരുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ ലഭിച്ചേക്കാം. പുതിയ ജോലി തേടുന്നവർക്ക് അത് ലഭിച്ചാൽ തന്നെയും പ്രതീക്ഷിച്ച ഗുണഫലങ്ങൾ ആധിക്യം കിട്ടണമെന്നില്ല. ബിസിനസ്സുകാരെ സംബന്ധിച്ച് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. എന്നാൽ മുടക്കിയ തുകയൊക്കെ മടക്കി കിട്ടുന്നതിന് അല്പം കാലതാമസം ബിസിനസ്സുകാരെ സംബന്ധിച്ച് നേരിടേണ്ടി വരുന്നതാണ്. വസ്തു, വീട് സംബന്ധിച്ച തർക്കങ്ങളൊക്കെ പരിഹരിക്കാനുള്ള സാഹചര്യങ്ങൾ അശ്വതി നക്ഷത്രക്കാർക്ക് കൈവരുന്നതാണ്. കുടുംബപരമായിട്ടുള്ള സ്വൈര്യക്കേടുകൾക്കും സമാധാനം ഈ 2026 സാധിക്കുന്നതാണ്. അന്യനാട്ടിൽ ഉപരിപഠനത്തിനൊക്കെ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളായിട്ടുള്ള അശ്വതി നക്ഷത്രക്കാർക്ക് അവസരങ്ങൾ ലഭിക്കുന്നതാണ്. പ്രണയ സാഹചര്യം ഉദയം ചെയ്യുന്നതാണ്. എന്നാൽ വിവാഹ സാഫല്യത്തിന് അല്പം ചില വിഘ്നങ്ങളും വന്നേക്കാവുന്നതാണ്. ഏഴരശനി കാലമാകയാൽ പല കാര്യങ്ങളും ഇഴഞ്ഞു നീങ്ങുന്നതായി അനുഭവത്തിൽ വന്നേക്കാം. സാമ്പത്തികമായി പൊതുവെ അശ്വതി നക്ഷത്രക്കാർക്ക് സംതൃപ്തി ഉണ്ടാകുന്നതാണ്. ചിട്ടി, ഇൻഷുറൻസ്, നറുക്കെടുപ്പ് ഇത്യാദികളിലൂടെ ധനാഗമം ഉയരുന്നതുമാണ്. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഏതൊക്കെ ദശാകാലങ്ങളിൽ ഉള്ളവർക്ക് കൂടുതൽ അനുകൂലപ്രദമാകുമെന്ന് നോക്കാം. അശ്വതി നക്ഷത്രക്കാരുടെ ജനനം കേതുർദശയിലാണ്. ഏകദേശം 3 വയസ്സുവരെ എന്ന് കണക്കുകൂട്ടാം. അങ്ങനെ വരുമ്പോൾ അവർക്ക് 3 വയസ്സിന് ശേഷമുള്ള ശുക്രദശാകാലം അനുഭവിക്കുന്ന യുവാക്കൾക്ക് അനുകൂല സമയമാണ്. അത് ഏകദേശം 23 വയസ്സുവരെയാണ്. അതിനുശേഷം ഏകദേശം 29 വയസ്സുവരെ സൂര്യദശയാണ്. അതിനുശേഷം 39 വയസ്സുവരെ ചന്ദ്രദശയാണ്. ചന്ദ്രദശയും അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് അനുകൂല ദശാകാലമാണ്. അതിനുശേഷം ഏകദേശം 46 വയസ്സുവരെ ചൊവ്വാദശയാണ്. അതിനുശേഷം ഏകദേശം 64 വയസ്സുവരെ രാഹുർദശയാണ്. രാഹുർദശയും പൊതുവെ അശ്വതി നക്ഷത്രക്കാർക്ക് അനുകൂല സമയം തന്നെയാണ്. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് വർഷാദ്യം ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. വിവാഹാലോചനകളൊക്കെ നടക്കുന്നവർക്ക് വർഷാദ്യത്തിൽ വിവാഹം നടക്കാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. എന്നാൽ വർഷത്തിന്റെ പകുതി മംഗളകാര്യങ്ങളുമായി ബന്ധപ്പെടാനുള്ള കൂടുതൽ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. തൊഴിൽപരമായി കൂടുതൽ അനുകൂലമായിട്ടുള്ള സമയം വർഷത്തിന്റെ പകുതിക്ക് ശേഷമുള്ള സമയമാണ്. എല്ലാ അശ്വതി നക്ഷത്രക്കാർക്കും 2026 നല്ലൊരു വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. ഇപ്പോൾ നമുക്ക് ഭരണി നക്ഷത്രക്കാർക്ക് 2026 എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് വ്യാഴം 3ലും 4ലുമായി രാശി മാറുന്ന സാഹചര്യത്തിലാണ്. ശനി 12ലും രാഹു 11ലും സഞ്ചരിക്കുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ ഭരണി നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു പുതുവർഷമായിരിക്കും. ഏഴരശനിക്കാലമാണ്. തൊഴിൽ രംഗത്ത് നിലവിലെ സ്ഥിതി അതുപോലെ തുടരാനോ അല്പം മോശമാകാനോ ഉള്ള സാധ്യതയാണ് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയേണ്ടത്. വലിയ പരിവർത്തനങ്ങൾക്ക് സാധ്യത കുറവാണ്. മനഃപൂർവ്വം മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചാൽ ചിലപ്പോഴൊക്കെ അതൊക്കെ ദുസ്സാഹസമായി ചിലപ്പോൾ അനുഭവപ്പെട്ടേക്കാം. എങ്കിലും 11ൽ രാഹു സഞ്ചരിക്കാൽ ധനകാര്യങ്ങളിൽ ഉന്നതി ഭവിക്കുന്നതുമാണ്. കുമാർഗത്തിലൂടെയും പണവരവ് ഉണ്ടാകുന്നതാണ്. ഭോഗസുഖം ഉണ്ടാകുന്നതാണ്. മൂല്യങ്ങളിൽ വിശ്വാസം കുറയുന്ന അവസ്ഥകൾ ഉണ്ടായേക്കാം. ജോലി ലഭിച്ചാൽ തന്നെ അത് ദൂരസ്ഥലത്താകാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. അല്ല എങ്കിൽ അർഹതയ്ക്കനുസരിച്ച് ഉള്ളതിൽ കുറവ് വരാനുള്ള സാഹചര്യങ്ങളുണ്ട്. അന്യദേശത്ത് കഴിയാനുള്ള അവസരം വന്നു ചേരുന്നതാണ്. പ്രൈവറ്റ് ജോലിയിൽ അധികാരവും പദവിയും കിട്ടുന്നതിനും സാഹചര്യങ്ങൾ ഉണ്ടാകും. കടബാധ്യതയൊക്കെ പരിഹരിക്കാൻ കിണഞ്ഞു ശ്രമിക്കേണ്ടതായി വന്നേക്കാം.
ഭരണി നക്ഷത്രക്കാർ ജീവിതശൈലി രോഗങ്ങളുടെ കാര്യത്തിൽ നല്ല ജാഗ്രത പുലർത്തേണ്ടതാണ്. ഏതൊക്കെ ദശാകാലങ്ങളിലുള്ള ഭരണി നക്ഷത്രക്കാർക്കാണ് കൂടുതൽ അനുകൂലമായിട്ടുള്ള സമയം എന്ന് നോക്കാം. ഭരണി നക്ഷത്രക്കാർ ജനിക്കുന്നത് ശുക്രദശയിലാണ്. ഏകദേശം 10 വയസ്സ് വരെ ശുക്രദശ ഉണ്ടാകുമെന്ന് കണക്കുകൂട്ടാം. അങ്ങനെ വരുമ്പോൾ സൂര്യദശ 16 വയസ്സ് വരെയും, ചന്ദ്രദശ 26 വയസ്സ് വരെയും, ചൊവ്വാദശ 33 വയസ്സ് വരെയും, രാഹുർദശ 51 വയസ്സ് വരെയും, വ്യാഴദശ 67 വയസ്സ് വരെയുമാണ്. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് സൂര്യദശ, ചൊവ്വാദശ, വ്യാഴദശ എന്നീ ദശാകാലങ്ങൾ ഇപ്പോൾ ഉള്ളവർ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് അവർക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. മറ്റ് ദശാകാലങ്ങൾ അനുഭവത്തിൽ ഇരിക്കുന്നവർക്ക് കൂടുതൽ ദോഷഫലങ്ങളും ഉണ്ടാകാം. അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും വഴിപാടുകൾ ചെയ്യുക. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് വർഷാദ്യത്തിൽ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. വിവാഹമൊക്കെ ആലോചന നടക്കുന്നവർക്ക് അനുകൂല വിവാഹങ്ങൾ നടക്കാനുള്ള സാഹചര്യങ്ങളും വന്നേക്കാം. വർഷത്തിന്റെ പകുതിക്ക് ശേഷം മംഗള കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. വർഷത്തിന്റെ പകുതിക്ക് ശേഷമാണ് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് തൊഴിൽപരമായി കൂടുതൽ അനുകൂലമായ സമയം. എല്ലാ ഭരണി നക്ഷത്രക്കാർക്കും 2026 വളരെ നല്ലൊരു വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. ഇപ്പോൾ നമുക്ക് കാർത്തിക നക്ഷത്രക്കാരുടെ 2026 സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്ര ഫലത്തെ പരിശോധിക്കാം. കാർത്തിക നക്ഷത്രം മേടം, ഇടവം രാശികളിലായി വരുന്ന മുറി നക്ഷത്രമാണ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ധാരാളം നേട്ടങ്ങൾ വന്നെത്തുന്ന വർഷമാണിത്. കാര്യനിർവഹണം സുഗമമാവുന്നതാണ്. തൊഴിലിൽ മുന്നേറ്റം സാധ്യമാകുന്നതാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് സ്വപ്നം കണ്ട പുതിയ കാര്യങ്ങളൊക്കെ തുടങ്ങാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. അധികാരികളുടെ പിന്തുണയും കാർത്തിക നക്ഷത്രക്കാർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. വീട് നിർമ്മാണം, വാഹനം വാങ്ങാനുള്ള സാഹചര്യങ്ങൾ എന്നിവയൊക്കെ സാധ്യമാകുന്നതാണ്. അവിവാഹിതരായിട്ടുള്ളവർക്ക് വൈവാഹിക ജീവിതത്തിൽ പ്രവേശിക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരും. ധനാഗമത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകില്ല. മേടക്കൂറുകാരായിട്ടുള്ള കാർത്തിക നക്ഷത്രക്കാർക്ക് പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും അടിക്കടി അഭിമുഖീകരിക്കേണ്ട സാഹചര്യങ്ങളും വന്നേക്കാം. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് വിരോധികളുടെ എണ്ണം കൂടുന്നതാണ്. സ്വത്ത് തർക്കങ്ങൾ മനസ്സിന്റെ സ്വാസ്ഥ്യം കെടുത്താനുള്ള സാഹചര്യങ്ങളും ഉണ്ടാക്കിയേക്കാം. അമിതമായിട്ടുള്ള അധ്വാനം ഉണ്ടായാലും അല്പലാഭം കൊണ്ട് കാർത്തിക നക്ഷത്രക്കാർക്ക് തൃപ്തിപ്പെടേണ്ട സാഹചര്യങ്ങളും വന്നേക്കാം. ആരോഗ്യ പരിപാലനത്തിൽ ശ്രദ്ധ അനിവാര്യമാണ്. സാഹസ കാര്യങ്ങൾക്ക് മുതിരുമ്പോൾ 7 ശനിക്കാലമാണ് എന്നുള്ളത് ഓർമ്മയിൽ വെക്കുക. ദോഷഫലങ്ങൾ കൂടുതലും മേടക്കൂറിൽ വരുന്നവർക്കായിരിക്കും ഉണ്ടാകുക. ഗുണാനുഭവങ്ങൾ ഇടവക്കൂറിൽ വരുന്നവർക്ക് വർദ്ധിക്കുന്നതാണ്. മേടക്കൂറിൽ വരുന്ന കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് വർഷാദ്യത്തിൽ ആണ് ഭാഗ്യം. വർഷാദ്യത്തിൽ വിവാഹത്തിനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകുന്നതാണ്. ശേഷം നല്ല പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടാനുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. വർഷത്തിന്റെ പകുതിക്ക് ശേഷമാണ് മേടക്കൂറിൽ വരുന്ന കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് തൊഴിലിൽ ഉയർച്ച ഉണ്ടാകുക. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് രോഗശമനം പുതുവർഷത്തിൽ സാഹചര്യം ഉണ്ടാകുന്നതാണ്. വിവാഹത്തിന് അനുകൂല സമയമാണ്. പൊതുവെ ഇടക്കൂറുകാരായിട്ടുള്ള കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇനി നമുക്ക് കാർത്തിക നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ ഏതൊക്കെ ദശാകാലങ്ങളിൽ ഉള്ളവർക്ക് കൂടുതൽ അനുകൂലമാണ് എന്നൊന്ന് പരിശോധിക്കാം. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് ജനിക്കുന്ന സമയത്ത് സൂര്യദശയിലാണ് ജനനം. ഏകദേശം 3 വയസ്സ് വരെ സൂര്യദശ എന്ന കണക്ക് കൂട്ടാം. അതിനുശേഷം 13 വയസ്സ് വരെ ചന്ദ്രദശ, അതിനുശേഷം 20 വയസ്സ് വരെ ഏകദേശം ചൊവ്വാദശ, അതിനുശേഷം ഏകദേശം 38 വയസ്സ് വരെ രാഹുർദശ, അതിനുശേഷം ഏകദേശം 54 വയസ്സ് വരെ വ്യാഴദശ, അതിനുശേഷം ഏകദേശം 73 വയസ്സ് വരെ ശനിദശാകാലം. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് ചന്ദ്രദശ, രാഹുർദശ, ശനിദശ എന്നീ ദശാകാലങ്ങൾ അനുകൂലമാണ്. മറ്റ് ദശാകാലങ്ങൾ അനുഭവത്തിലുള്ളവർ അവർക്ക് കൂടുതലായിട്ട് ദോഷഫലങ്ങൾ ഉണ്ടാകുന്നതാണ്. നിർബന്ധമായിട്ടും വഴിപാടുകളെ ചെയ്യുക. എല്ലാ കാർത്തിക നക്ഷത്രക്കാർക്കും 2026 നല്ലൊരു പുതുവർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇപ്പോൾ നമുക്ക് രോഹിണി നക്ഷത്രക്കാരുടെ 2026 എന്ന പുതുവർഷത്തെ സമ്പൂർണ്ണ നക്ഷത്രഫലം ഒന്ന് പരിശോധിക്കാം. രോഹിണി നക്ഷത്രക്കാർക്ക് വ്യാഴം 2-ലും 3-ലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ശനി 11-ലും രാഹു 10-ലും സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. പല നിലയ്ക്കും രോഹിണി നാളുകാർക്ക് ഗുണകരമായിട്ടുള്ള ഒരു വർഷമാണ് 2026. പഠനം പൂർത്തിയാക്കി ജോലിയിൽ പ്രവേശിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. കഴിവിനനുസരിച്ച് ജോലി കൈവരുന്നതുമാണ്. വിദേശത്ത് നല്ല അവസരങ്ങൾ ലഭിക്കാനിടയുണ്ട്. ഉദ്യോഗസ്ഥരായിട്ടുള്ളവർക്ക് ജോലിയിൽ ഉയർച്ച ഉണ്ടാകുന്നതുമാണ്. വേതന കാര്യങ്ങളിൽ വർധനവ് ഉണ്ടാകുന്നതാണ്. സംഘടനകളിലൊക്കെ നേതൃത്വ പദവിക്കായി മത്സരിക്കാനുള്ള സാഹചര്യങ്ങളും അതിൽ വിജയിക്കാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. ദൂരദിക്കുകളിൽ ജോലി ചെയ്തിരുന്നവർക്ക് നാട്ടിലേക്ക് സ്ഥലം മാറ്റമൊക്കെ ലഭിക്കുന്നതിനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. അവിവാഹിതരുടെ പ്രണയം, വിവാഹം എന്നീ കാര്യങ്ങളൊക്കെ സഫലമാകുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും.
സന്താനപ്രാപ്തി ഇല്ലാതെ വിഷമിച്ചിരിക്കുന്നവരുടെ സങ്കടങ്ങളൊക്കെ തീരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. വസ്തു വാങ്ങാനും വീട് നിർമ്മാണം നടത്താനും ഒക്കെയുള്ള സാധ്യതകൾ 2026 രോഹിണി നക്ഷത്രക്കാർക്കുണ്ട്. കടബാധ്യതകളൊക്കെ ഉണ്ടായിരുന്ന രോഹിണി നക്ഷത്രക്കാർക്ക് അതൊക്കെ ഈ 2026 തീർക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. സാമ്പത്തികമായി നല്ല ഭദ്രത കൈവരാനും രോഹിണി നക്ഷത്രക്കാർക്ക് 2026 സാഹചര്യം ഒരുക്കും. ബിസിനസ്സുകാരെ സംബന്ധിച്ച് ശരാശരി കാലമാണ്. രോഹിണി നക്ഷത്രക്കാർ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് കരുതലെടുക്കേണ്ടതാണ്. അതേപോലെ തന്നെ സുഹൃത്തുക്കളോട് കരുതലോടെ പെരുമാറേണ്ടതുമാണ്. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ആരോഗ്യപരമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവർക്ക് രോഗശമനങ്ങൾ ഉണ്ടാകുന്നതാണ്. വിവാഹ കാര്യത്തെ സംബന്ധിച്ച് രോഹിണിക്കാർക്ക് 2026 നല്ല അനുകൂലമാണ്. പൊതുവെ എല്ലാ കാര്യത്തിലും രോഹിണി നക്ഷത്രക്കാർക്ക് ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇനി നമുക്ക് രോഹിണി നക്ഷത്രക്കാരുടെ ദശാകാലങ്ങൾ ഏതൊക്കെയാണ് അനുകൂലമായിട്ട് ഇപ്പോൾ ഉള്ളതെന്ന് നോക്കാം. രോഹിണി നക്ഷത്രക്കാർ ചന്ദ്രദശയിലാണ് ജനിക്കുക. ഏകദേശം 5 വയസ്സ് വരെ ചന്ദ്രദശ എന്ന് നോക്കാം. അതിനുശേഷം 12 വയസ്സ് വരെ ഏകദേശം ചൊവ്വാദശയും, 30 വയസ്സ് വരെ ഏകദേശം രാഹുർദശയും, 46 വയസ്സ് വരെ ഏകദേശം വ്യാഴദശയും, 65 വയസ്സ് വരെ ഏകദേശം ശനിദശയും, ശേഷം ഏകദേശം 82 വയസ്സ് വരെ ബുധദശയുമാണ്. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ചൊവ്വാദശ, വ്യാഴദശ, ബുധദശ എന്നീ ദശാകാലങ്ങൾ ഇപ്പോൾ നടക്കുന്നവർക്ക് കൂടുതൽ അനുകൂലപ്രദമാണ് 2026. എല്ലാ രോഹിണി നക്ഷത്രക്കാർക്കും 2026 നല്ലൊരു വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇപ്പോൾ നമുക്ക് മകയിര നക്ഷത്രക്കാരുടെ പുതുവർഷ നക്ഷത്രഫലം നോക്കാം. 2026 മകയിര നക്ഷത്രക്കാർക്ക് എങ്ങനെയുണ്ടാകും എന്ന് പരിശോധിക്കാം. ഇടവം മിഥുനം രാശികളിലായി വരുന്ന മുറി നക്ഷത്രമാണ് മകയിര നക്ഷത്രം. 1-2 പാദങ്ങൾ ഇടവം രാശിയിലും 3-4 പാദങ്ങൾ മിഥുനം രാശിയിലുമായിട്ടാണ് മകയിര നക്ഷത്രം വരുന്നത്. ഈ വർഷം പ്രതീക്ഷിച്ച കാര്യങ്ങളിൽ ചിലതെങ്കിലും മകയിര നക്ഷത്രക്കാർക്ക് നേടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. തൊഴിലിലെ ചാഞ്ചാട്ടം മാറി ഉയർന്ന വരുമാന മാർഗമുള്ള പദവിയിലേക്ക് എത്തിപ്പെടാൻ മകയിര നക്ഷത്രക്കാർക്ക് കഴിയുന്നതാണ്. ബന്ധുക്കളുടെ സഹായം കൊണ്ടോ സ്വർണ്ണ പണയത്തിലൂടെയൊക്കെ കിട്ടുന്ന ധനത്തിലൂടെ നവസംരംഭങ്ങളൊക്കെ തുടങ്ങാനുള്ള സാഹചര്യങ്ങളും മകയിര നക്ഷത്രക്കാർക്കുണ്ടാകും. കഠിനമായ പരിശ്രമം കൊണ്ട് മാത്രം ഏത് മേഖലയിലും വിജയിക്കാൻ കഴിയുന്ന വർഷമാണ് മകയിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് 2026. അതുകൊണ്ട് തന്നെ 2026 പരിശ്രമങ്ങൾ ഒഴിവാക്കാതിരിക്കുക. വിദേശ ജോലിയൊക്കെ സ്വപ്നം കാണുന്ന മകയിര നക്ഷത്രക്കാർക്ക് അതാത് നാടുകളിലെ തൊഴിൽ നിയമങ്ങൾ കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന പക്ഷം അതൊക്കെ നേടിയെടുക്കാനുള്ള സാഹചര്യങ്ങളും വിജയിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകുന്നതാണ്. പ്രണയകാര്യങ്ങളിൽ സഫലമാകാൻ കടമ്പകൾ ഏറെ ഉണ്ടാകുന്ന വർഷമാണ് മകയിര നക്ഷത്രക്കാർക്ക് 2026. പാരമ്പര്യമായി കിട്ടിയ ഭൂമിയിൽ വീട് വെക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ സംജാതമാകുന്നതാണ്. സിവിൽ കേസുകളൊക്കെ നടത്തി വരുന്നവർക്ക് ഊർജ നഷ്ടവും പണനഷ്ടവും ഒക്കെ സംഭവിക്കാം. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ കൊടുക്കുക. സകുടുംബം തീർത്ഥാടനം നടത്താനുള്ള അവസരങ്ങളും മകയിര നക്ഷത്രക്കാർക്ക് കൈവരുന്നതാണ്. ആരോഗ്യകാര്യത്തിൽ ജാഗരൂകത പാലിക്കേണ്ടതാണ്. മകയിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഈ വർഷം രോഗശമനം ഉണ്ടാകുന്നതാണ്. അതേപോലെ വിവാഹം തുടങ്ങിയ കാര്യങ്ങൾക്ക് അനുകൂല വർഷമാണ്. പൊതുവെ ഭാഗ്യമുള്ള വർഷം തന്നെയാണ്. ധനപരമായി കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകുക മിഥുനക്കൂറിൽ വരുന്ന മകയിര നക്ഷത്രക്കാർക്കായിരിക്കും. മിഥുനക്കൂറിൽ വരുന്ന മകയിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് തൊഴിൽ നേട്ടവും ഉണ്ടാകുന്നതാണ്. പൊതുവെ എല്ലാ കാര്യങ്ങളിലും അനുകൂലമായിട്ടുള്ളത് ഇടവക്കൂറുകാരെ സംബന്ധിച്ചാണ്. ഇനി നമുക്ക് മകയിര നക്ഷത്രം ഏതൊക്കെ ദശാകാലങ്ങളിൽ ഉള്ളവർക്കാണ് കൂടുതൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുക എന്നത് നോക്കാം. മകയിര നക്ഷത്രക്കാർ ജനിക്കുന്നത് ചൊവ്വാദശയിലാണ്. ഏകദേശം 3 വയസ്സ് വരെ എന്നുള്ള കണക്കിൽ നമുക്ക് ദശാകാലത്തെ വിലയിരുത്താം. ഏകദേശം 21 വയസ്സ് വരെ രാഹുർദശയും, ഏകദേശം 37 വയസ്സ് വരെ വ്യാഴദശയും, ഏകദേശം 56 വയസ്സ് വരെ ശനിദശയും, ഏകദേശം 73 വയസ്സ് വരെ ബുധദശയുമാണ്. ഇതിൽ രാഹുർദശ, ശനിദശ എന്നീ ദശാകാലങ്ങളിലൊക്കെ ഇപ്പോൾ ഉള്ള മകയിര നക്ഷത്രക്കാർക്ക് കൂടുതൽ ഗുണപ്രദമാണ്. എല്ലാ മകയിര നക്ഷത്രക്കാർക്കും 2026 നല്ലൊരു വർഷമാകട്ടെ. ഇപ്പോൾ നമുക്ക് തിരുവാതിര നക്ഷത്രക്കാരുടെ 2026 എന്ന പുതുവർഷത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ശനി 10ാം ഭാവത്തിലും രാഹു 9ലും വ്യാഴം ജന്മരാശിയിലും 2ലുമായി മാറി മാറി സഞ്ചരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കേണ്ട സാഹചര്യങ്ങൾ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഉണ്ടായേക്കാം. ക്ഷമയും സഹനശീലവും പരീക്ഷിക്കപ്പെടുന്ന സാഹചര്യങ്ങളും വന്നു ചേരാം. വിദ്യാർത്ഥികൾ അലസരാകാൻ ഇടയുള്ളതാണ്. അലസത വെടിഞ്ഞ് മുന്നോട്ട് പോയില്ല എങ്കിൽ അത് പ്രതികൂല ഫലത്തെ വിദ്യാർത്ഥികളിലായിട്ടുള്ള തിരുവാതിര നക്ഷത്രക്കാർക്ക് നൽകിയേക്കാം.
അതേപോലെ തന്നെ തൊഴിൽ തേടുന്നവർക്ക് കഴിവിനനുസരിച്ച് അവസരങ്ങൾ കരഗതമാകണമെന്നില്ല. മേലധികാരികളുടെ അനിഷ്ടം വരുന്ന സാഹചര്യങ്ങളും ഉണ്ടാകാം. ഉദ്യോഗസ്ഥർക്ക് തൊഴിലിടത്തിൽ സമാധാനം അല്പം കുറയുന്നതുമാണ്. സാമ്പത്തികമായി അബദ്ധങ്ങൾ ഉണ്ടാകാതെ കരുതലെടുക്കേണ്ടതാണ്. പ്രണയ ശൈഥില്യവും വിവാഹ തടസ്സവും ഒരുപക്ഷെ നേരിടേണ്ട സാഹചര്യങ്ങൾ വന്നേക്കാം. ബിസിനസ്സുകാരായിട്ടുള്ള തിരുവാതിര നക്ഷത്രക്കാർ വലിയ മുതൽ മുടക്കുകൾക്ക് കഴിവതും ശ്രമിക്കാതിരിക്കുക. നിലവിലെ സ്ഥിതി അങ്ങനെ തന്നെ തുടരുവാനാണ് സാധ്യത. കടബാധ്യതകളൊക്കെ കൂടാതിരിക്കാൻ ആവശ്യങ്ങൾ വെട്ടിച്ചുരുക്കേണ്ട സാഹചര്യങ്ങൾ വന്നു ചേരാം. പ്രവാസികളായിട്ടുള്ളവർക്ക് ഉദ്ദേശിക്കുന്ന മാതിരി സമ്പാദ്യം വളർത്താൻ കഴിഞ്ഞു എന്ന് വരില്ല. ചിങ്ങം, തുലാം, വൃശ്ചികം, മീനം, മേടം എന്നീ മാസങ്ങളിൽ തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് കൂടുതൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് പൊതുവെ ധനലാഭത്തിനുള്ള സാഹചര്യങ്ങളും വന്നു ചേരുന്നതാണ്. അതേപോലെ തന്നെ തൊഴിലിൽ നേട്ടങ്ങളും അനുകൂല ദശാകാലങ്ങളുള്ളവർക്ക് ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ വിവാഹം, രോഗശമനം എന്നീ കാര്യങ്ങൾക്കും അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. ഇനി ഏതൊക്കെ ദശാകാലങ്ങൾ ഉള്ളവർക്കാണ് ഇപ്പോൾ അനുകൂല സ്ഥിതി കൂടുതലുള്ളത് എന്ന് നോക്കാം. തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് രാഹുർ ദശയിലാണ് അവരുടെ ജനനം. രാഹുർ ദശ ഏകദേശം 10 വയസ്സ് വരെ എന്ന് കണക്ക് കൂട്ടാം. ഏകദേശം 26 വയസ്സ് വരെ വ്യാഴദശയും, ഏകദേശം 45 വയസ്സ് വരെ ശനിദശയും, ഏകദേശം 62 വയസ്സ് വരെ ബുധദശയും, ശേഷം ഏകദേശം 71 വയസ്സ് വരെ കേതുർദശയുമാണ്. തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് വ്യാഴദശ, ബുധദശ എന്നീ ദശാകാലങ്ങളൊക്കെ ഇപ്പോൾ അനുഭവത്തിലുള്ളവർക്ക് കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ്. അല്ലാതുള്ളവർ നിർബന്ധമായിട്ടും ദോഷപരിഹാരത്തെ ചെയ്യുക. എല്ലാ തിരുവാതിര നക്ഷത്രക്കാർക്കും 2026 വളരെ നല്ലൊരു വർഷമാകട്ടെ. ഇപ്പോൾ നമുക്ക് പുണർന്ന നക്ഷത്രക്കാരുടെ 2026 എന്ന പുതുവർഷത്തെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ പരിശോധിക്കാം. പുണർന്ന നക്ഷത്രം മിഥുനം, കർക്കിടകം എന്നീ രാശികളിലായിട്ട് വരുന്ന മുറി നക്ഷത്രമാണ്. കർക്കിടകൂറുകാരെ സംബന്ധിച്ച് വ്യാഴം 12ലും ജന്മരാശിയിലും സഞ്ചരിക്കുകയാണ്. ലക്ഷ്യപ്രാപ്തി കഠിനമാകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. ആത്മവിശ്വാസം കുറയാനിടയുണ്ട്. എതിർപ്പുകളെയൊക്കെ പ്രതിരോധിക്കാൻ വിഷമം ഉണ്ടായേക്കാം. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം ജന്മരാശിയിലും 2ാം ഇടത്തിലും മാറി മാറി സഞ്ചരിക്കുകയാണ്. പ്രയത്നങ്ങളൊന്നും അവർക്ക് പാഴാകില്ല. സ്വപ്നങ്ങളിൽ ചിലതെങ്കിലും സഫലമാകുന്നതാണ്. എന്നാൽ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് കണ്ടകശനി കാലമുള്ളതിനാൽ ഉദ്യോഗമൊക്കെ ലഭിക്കാൻ അല്പം കാത്തിരിക്കേണ്ട സാഹചര്യങ്ങളും വന്നേക്കാം. ആഗ്രഹിക്കാത്ത സ്ഥലം മാറ്റം ഉണ്ടാകാം. കർക്കിടകൂറുകാരെ സംബന്ധിച്ച് അഷ്ടമത്തിൽ രാഹു ഉണ്ട്. ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം. അതേപോലെ തന്നെ അകാരണമായിട്ടുള്ള ഭയം എന്നിവ സൃഷ്ടിക്കാനും ഇടയുണ്ട്. ആദർശത്തിൽ ഉറച്ചു നിൽക്കുക എന്നത് അല്പം ദുഷ്കരമാണ്. പൊതുവെ പുണർന്ന നാളുകാർ സ്ഥിരോത്സാഹം, മിതവ്യയം, ക്ഷമാശീലം, ആരോഗ്യ പരിപാലനം തുടങ്ങിയവ പുലർത്തേണ്ടതാണ്. മിഥുനക്കൂറുകാരായിട്ടുള്ള പുണർന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ച് വർഷാദ്യത്തിൽ ധനലാഭം, തൊഴിൽ നേട്ടം, വിവാഹം എന്നീ കാര്യങ്ങൾക്കൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടാകും. അതേപോലെ തന്നെ വർഷത്തിന്റെ പകുതിക്ക് ശേഷം രോഗശമനത്തിനും സാഹചര്യങ്ങൾ ഉണ്ടാകും. എന്നാൽ കർക്കിടകൂറുകാരെ സംബന്ധിച്ച് വർഷാദ്യം രോഗശമനത്തിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. കൂടാതെ സുഖം, വീട്, വാഹനം എന്നീ കാര്യങ്ങളൊക്കെ സാധിക്കുന്നതാണ്. വർഷത്തിന്റെ 2ാം പകുതിക്ക് ശേഷം കർക്കിടകൂറിൽ വരുന്ന പുണർന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ച് വിവാഹം, സന്താനഭാഗ്യം എന്നിവയ്ക്കുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. പൊതുവെ വർഷത്തിന്റെ പകുതിക്ക് ശേഷം കർക്കിടകൂറുകാർക്ക് കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇനി പുണർന്ന നക്ഷത്രക്കാരുടെ ദശാകാലം ഒന്ന് പരിശോധിക്കാം. പുണർന്ന നക്ഷത്രക്കാർ വ്യാഴദശയിലാണ് ജനിക്കുന്നത്. ഏകദേശം വ്യാഴദശ 8 വയസ്സ് വരെ എന്ന് കണക്ക് കൂട്ടാം. അതുകൊണ്ട് തന്നെ ഏകദേശം 27 വയസ്സ് വരെ ശനിദശയും, ഏകദേശം 44 വയസ്സ് വരെ ബുധദശയും, ഏകദേശം 51 വയസ്സ് വരെ കേതുർദശയും, ഏകദേശം 71 വയസ്സ് വരെ ശുക്രദശയുമാണ് പുണർന്ന നക്ഷത്രക്കാർക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ശനിദശ, കേതുർദശ എന്നീ ദശാകാലങ്ങൾ അനുഭവിക്കുന്ന പുണർന്ന നക്ഷത്രക്കാർക്ക് കൂടുതൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. എല്ലാ പുണർന്ന നക്ഷത്രക്കാർക്കും 2026 നല്ലൊരു പുതുവർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇപ്പോൾ നമുക്ക് പൂയ നക്ഷത്രക്കാരുടെ 2026 എന്ന പുതുവർഷത്തെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. പൂയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് 12ലും ജന്മരാശിയിലുമായി വ്യാഴം സഞ്ചരിക്കുകയാണ്. 9ൽ ശനിയും അഷ്ടമത്തിൽ രാഹുവും സഞ്ചരിക്കുന്നതായതുകൊണ്ട് തന്നെ പ്രായണ അനുകൂലമല്ലാത്ത പല സാഹചര്യങ്ങളും ഉണ്ടായേക്കാം. ഏത് രംഗത്തും വിജയം കഷ്ടപ്പെട്ട് നേടിയെടുക്കേണ്ട സാഹചര്യങ്ങളെ സൃഷ്ടിച്ചേക്കാം. പോരാട്ട വീര്യവും സ്ഥിരോത്സാഹവും ക്ഷമയും പൂയ നക്ഷത്രക്കാർക്ക്
ഈ സമയത്ത് 2026 അത്യാവശ്യമാണ്. വാഗ്ദാനങ്ങളൊക്കെ ലംഘിക്കപ്പെട്ടേക്കാം. ബന്ധുക്കളിൽ നിന്നും സഹായ സഹകരണങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് തടസ്സം വന്നേക്കാം. വിദ്യാഭ്യാസ കാര്യത്തിലും വിദ്യാർത്ഥികൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകാം. ന്യായമായിട്ടുള്ള അവകാശങ്ങളൊക്കെ ബലം ചെലുത്തി നേടേണ്ട സ്ഥിതിയും ഉണ്ടാകാം. സുഹൃത്തുക്കൾ വഞ്ചിക്കുന്നു എന്ന തോന്നൽ ഉണ്ടായേക്കാം. ചെയ്തു പോരുന്ന തൊഴിലിൽ വളർച്ചയൊക്കെ പരിമിതമായി വന്നേക്കാം. അധികമായി മുതൽ നിക്ഷേപിക്കുന്നത് ആലോചിച്ചു വേണം. ദൂരദിക്കുകളിലൊക്കെ ജോലിയുടെ കാരണം കൊണ്ട് വേറിട്ട് കഴിയുന്ന ഭാര്യാഭർത്താക്കന്മാർക്ക് ഒരുമിക്കാനൊക്കെയുള്ള അവസരങ്ങൾ വീണ്ടും നീണ്ടുപോകുന്നതുമാണ്. വീട് നിർമ്മാണത്തിലെ തടസ്സങ്ങളൊക്കെ ചില മനസ്സിന് വിഷമിപ്പിച്ചേക്കാം. ചെറിയ നേട്ടങ്ങളും ന്യായമായിട്ടുള്ള ധനവരുമാനവും പൂയ നക്ഷത്രക്കാർക്ക് ആശ്വാസകരമാകുന്നതാണ്. ധനു, മേടം, കന്നി, തുലാം, വൃശ്ചികം എന്നീ മാസങ്ങളൊക്കെ പൂയ നക്ഷത്രക്കാർക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. വർഷത്തിന്റെ ആദ്യത്തിൽ രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന പൂയ നക്ഷത്രക്കാർക്ക് രോഗശാന്തി ഉണ്ടാകുന്നതാണ്. പൊതുവെ സുഖാനുഭവങ്ങളും വർഷാദ്യം കൂടുതലായി ഉണ്ടായേക്കാം. വീട്, വാഹനം എന്നീ കാര്യങ്ങൾക്കും വർഷാദ്യമാണ് അനുകൂലമായിട്ടുള്ള സാഹചര്യം. എന്നാൽ വർഷത്തിന്റെ പകുതിക്ക് ശേഷം വിവാഹം, സന്താന ഭാഗ്യം എന്നീ കാര്യങ്ങൾക്ക് പൂയ നക്ഷത്രക്കാർക്ക് കൂടുതൽ ഭാഗ്യകാലമാണ്. പൊതുവെ എല്ലാ കാര്യത്തിലും വർഷത്തിന്റെ ആദ്യ പകുതിക്ക് ശേഷം പൂയ നക്ഷത്രക്കാർക്ക് കൂടുതൽ ഗുണാനുഭവങ്ങളും ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകുന്നതാണ്. ഇനി നമുക്ക് പൂയ നക്ഷത്രക്കാരുടെ ദശാകാലങ്ങളെ ഒന്ന് വിലയിരുത്താം. പൂയ നക്ഷത്രക്കാർ ശനിദശയിലാണ് ജനിക്കുക. ഏകദേശം 10 വയസ്സ് വരെ ശനിദശ എന്ന് കണക്ക് കൂട്ടാം. അങ്ങനെ വരുമ്പോൾ ഏകദേശം 27 വയസ്സ് വരെ ബുധദശയും 34 വയസ്സ് വരെ കേതുർദശയും 54 വയസ്സ് വരെ ശുക്രദശയും 60 വയസ്സ് വരെ സൂര്യദശയും 70 വയസ്സ് വരെ ചന്ദ്രദശയും 77 വയസ്സ് വരെ ചൊവ്വാദശയുമാണ്. പൂയ നക്ഷത്രക്കാർക്ക് ബുധദശ, ശുക്രദശ, ചന്ദ്രദശ എന്നീ ദശാകാലങ്ങളൊക്കെ ഉള്ളവർക്ക് കൂടുതൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. മറ്റുള്ളവർ നിർബന്ധമായിട്ടും ദോഷശാന്തി ചെയ്യുക. എല്ലാ പൂയ നക്ഷത്രക്കാർക്കും 2026 എന്ന പുതുവർഷം വളരെ നല്ലൊരു വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇപ്പോൾ നമുക്ക് ആയില്യം നക്ഷത്രക്കാരുടെ 2026 എന്ന പുതുവർഷത്തിന്റെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. ആയില്യം നക്ഷത്രക്കാർക്ക് വ്യാഴം 12ലും ജന്മത്തിലുമായി സഞ്ചരിക്കുന്ന സമയമാണ്. ശനി 9ലും രാഹു അഷ്ടമത്തിലുമാണ് ഈ വർഷം. സമ്മർദ്ദങ്ങൾക്കിടയിലൂടെ കാര്യവിജയം കരസ്ഥമാക്കേണ്ട വർഷമാണ്. പ്രതിലോമ ശക്തികൾ ഉള്ളിലും പുറത്തും ഉണ്ടായേക്കാം. അവയെ നിരാകരിക്കേണ്ടതാണ്. പ്രവാസികളായിട്ടുള്ള ആയില്യം നക്ഷത്രക്കാർക്ക് പ്രവാസം അവസാനിപ്പിക്കാൻ ആഗ്രഹങ്ങൾ വന്നേക്കാം. വീടുപണി മൂലമുണ്ടായ കടങ്ങൾ തീർക്കാൻ സാധിക്കാത്തത് വിഷമിപ്പിച്ചേക്കാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് സാങ്കേതിക വിദ്യാഭ്യാസം അല്പം ക്ലേശകരമായി തോന്നുന്ന വർഷമാണ്. ഗവേഷണം, പ്രബന്ധരചന എന്നീ കാര്യങ്ങൾ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വെല്ലുവിളികൾ അനുഭവപ്പെട്ടേക്കാം. രോഗക്ലേശിതരായിട്ടുള്ളവർക്ക് വിദഗ്ധ ചികിത്സയ്ക്ക് സഹായധനം ലഭിക്കാനുള്ള സാഹചര്യങ്ങളും 2026 ആയില്യം നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതാണ്. ശിഥിലമായിട്ടുള്ള പ്രണയബന്ധം വീണ്ടും തളിർക്കാനുള്ള സാഹചര്യങ്ങൾ ആയില്യം നക്ഷത്രക്കാർക്ക് ലഭിച്ചേക്കാം. രാഷ്ട്രീയ മത്സരങ്ങളിൽ കനത്ത വെല്ലുവിളികളെ ആയില്യം നക്ഷത്രക്കാർക്ക് നേരിടേണ്ടി വന്നേക്കാം. ധനപരമായിട്ടുള്ള ഇടപാടുകളിൽ കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കുക. സമ്പാദ്യം സുരക്ഷിതമായ നിക്ഷേപമാക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. എന്നാൽ അതിലെ കുറച്ചു ഭാഗമൊക്കെ മക്കളുടെയും മറ്റു ബന്ധുക്കളുടെയും നിർബന്ധത്തിന് വഴങ്ങി വാഹനം പോലെയുള്ള കാര്യങ്ങൾ വാങ്ങാനും അനാവശ്യ ചെലവുകൾക്കും ഉപയോഗിക്കുന്നതുമാണ്. അങ്ങനെയുള്ള അനാവശ്യ ധനവിനിയോഗമൊക്കെ ഒഴിവാക്കുക. രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആയില്യ നക്ഷത്രക്കാർക്ക് വർഷത്തിന്റെ ആദ്യ പകുതി രോഗശാന്തിക്ക് അനുകൂല സമയമാണ്. പൊതുവെ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ സുഖമുണ്ടാകുന്നതാണ്. വീട്, വാഹനം എന്നീ കാര്യങ്ങൾക്ക് അനുകൂല സമയമാണ്. വർഷത്തിന്റെ രണ്ടാം പകുതി ആയില്യ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വിവാഹം, സന്താന ഭാഗ്യം എന്നീ കാര്യങ്ങൾക്ക് അനുകൂലമാണ്. പൊതുവെ വർഷത്തിന്റെ രണ്ടാം പകുതി ആയില്യ നക്ഷത്രക്കാർക്ക് ചില ഭാഗ്യാനുഭവങ്ങൾ നൽകിയേക്കാം. ഇനി നമുക്ക് ആയില്യ നക്ഷത്രക്കാരുടെ ദശാകാലം ഒന്ന് നോക്കാം. ആയില്യ നക്ഷത്രക്കാർ ബുധദശയിലാണ് ജനിക്കുക. ഏകദേശം 10 വയസ്സ് വരെ ബുധദശ എന്ന് കണക്ക് കൂട്ടാം. അതിനുശേഷം ഏകദേശം 17 വയസ്സ് വരെ കേതുർദശ, 37 വയസ്സ് വരെ ശുക്രദശ, 43 വയസ്സ് വരെ സൂര്യദശ, 53 വയസ്സ് വരെ ചന്ദ്രദശ, ഏകദേശം 60 വയസ്സ് വരെ ചൊവ്വാദശ, അതിനുശേഷം ഏകദേശം 71 വയസ്സ് വരെ രാഹുദശ, ശേഷം വ്യാഴദശ. ഇപ്പോൾ കേതുർദശ, സൂര്യദശ, ചൊവ്വാദശ, വ്യാഴദശ എന്നീ ദശാകാലങ്ങൾ അനുഭവത്തിലുള്ളവർക്ക് ആയില്യ നക്ഷത്രക്കാരെ സംബന്ധിച്ച് കൂടുതൽ അനുകൂലമായിട്ടുള്ള വർഷമാണ് 2026. എല്ലാ ആയില്യ നക്ഷത്രക്കാർക്കും 2026 വളരെ നല്ലൊരു വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു.
ഇപ്പോൾ നമുക്ക് മകൻ നക്ഷത്രക്കാരുടെ 2026 എന്ന പുതുവർഷത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ ഒന്ന് വിലയിരുത്താം. മകൻ നക്ഷത്രക്കാർക്ക് വ്യാഴം 11-ലും 12-ലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. ശനി അഷ്ടമത്തിലും രാഹു 7-ലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. ജീവിത വിജയത്തിന് കുറച്ചൊക്കെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണുള്ളത്. എന്നാൽ പല സമ്മർദ്ദങ്ങളെയും പ്രതിസന്ധികളെയും കൂടി അഭിമുഖീകരിക്കേണ്ട സ്ഥിതിയും ഉണ്ടാകും. ചിരകാല അഭിലാഷങ്ങളൊക്കെ സാധിക്കുന്നതാണ്. സാമ്പത്തിക വളർച്ചയുടെ പാതയിലേക്ക് മകൻ നക്ഷത്രക്കാർ നടന്നെടുക്കുന്നതാണ്. സമൂഹത്തിൽ ബഹുമാന്യരായിട്ടുള്ള വ്യക്തികൾ പിന്തുണയ്ക്കുന്നതാണ്. ആസൂത്രണം ചെയ്ത സംരംഭങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ്. തൊഴിൽ തേടുന്ന ചെറുപ്പക്കാർക്ക് നല്ല ശമ്പളത്തോടു കൂടിയ ജോലി ലഭിക്കുന്നതാണ്. ഫ്ളാറ്റ് വാങ്ങുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. ആഡംബര വാഹനം വാങ്ങാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. വേണ്ടപ്പെട്ടവരുടെ സാമ്പത്തിക സഹായമൊക്കെ കൈവരുന്നതാണ്. പ്രണയകാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ ഉണ്ടാകാം. ദാമ്പത്യ ജീവിതവും സുഖകരമാകുന്നതാണ്. തൊഴിൽപരമായിട്ടോ മറ്റു കാരണങ്ങളാലോ ഭാര്യാഭർത്താക്കന്മാർ 2 ദിക്കുകളിൽ കഴിയുന്ന സാഹചര്യങ്ങളും ഉണ്ടാകാം. പൊതുവെ മകൻ നക്ഷത്രക്കാർക്ക് വർഷാദ്യത്തിൽ സന്താന ഭാഗ്യം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. സന്താനങ്ങളുടെ ഉയർച്ചയും മകൻ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതാണ്. കൂടാതെ വിവാഹാലോചനകളൊക്കെ നടക്കുന്ന മകൻ നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള വർഷമാണ് 2026. വർഷത്തിന്റെ പകുതിക്ക് ശേഷം രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന മകൻ നക്ഷത്രക്കാർക്ക് വളരെ ആശ്വാസം ഉണ്ടാകുന്നതാണ്. രോഗശമനം ഉണ്ടാകുന്നതാണ്. കൂടാതെ വീട്, വാഹനം എന്നീ കാര്യങ്ങൾക്ക് വർഷത്തിന്റെ 2ാം പകുതിയാണ് അനുകൂലമായിട്ടുള്ള സമയം. ഇനി നമുക്ക് മകൻ നക്ഷത്രക്കാരുടെ ദശാകാലത്തെ ഒന്ന് പരിശോധിക്കാം. മകൻ നക്ഷത്രക്കാർ ജനിക്കുന്നത് കേതുർദശയിലാണ്. ഏകദേശം 3 വയസ്സ് വരെ കേതുർദശ എന്ന് കണക്ക് കൂട്ടാം. അതിനുശേഷം ഏകദേശം 23 വയസ്സ് വരെ ശുക്രദശയും, ഏകദേശം 29 വയസ്സ് വരെ സൂര്യദശയും, ഏകദേശം 39 വയസ്സ് വരെ ചന്ദ്രദശയും, ഏകദേശം 46 വയസ്സ് വരെ ചൊവ്വാദശയും, ഏകദേശം 64 വയസ്സ് വരെ രാഹുർദശയും, ഏകദേശം 80 വയസ്സ് വരെ വ്യാഴദശയുമാണ്. ഈ പുതുവർഷത്തിൽ ശുക്രദശ, ചന്ദ്രദശ, രാഹുർദശ എന്നീ ദശാകാലങ്ങളൊക്കെ ഉള്ളവർക്ക് മകൻ നക്ഷത്രക്കാരെ സംബന്ധിച്ച് കൂടുതൽ അനുകൂലമായിട്ടുള്ള സമയമാണ്. മറ്റ് ദശാകാലങ്ങളിൽ കഴിയുന്നവർ അവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള പരിഹാര കാര്യങ്ങളെ ചെയ്യുക. എല്ലാ മകൻ നക്ഷത്രക്കാർക്കും വളരെ നല്ലൊരു വർഷമാകട്ടെ 2026 എന്ന് ആശംസിക്കുന്നു. ഇപ്പോൾ നമുക്ക് പൂരം നക്ഷത്രക്കാരുടെ 2026 എന്ന പുതുവർഷത്തിന്റെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ പരിശോധിക്കാം. വ്യാഴം 11-ലും 12-ലുമായിട്ടാണ് പൂരം നക്ഷത്രക്കാർക്ക് സഞ്ചരിക്കുന്നത്. തൊഴിൽപരമായിട്ട് മുന്നേറ്റം ഉണ്ടാക്കാൻ സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന വർഷമാണ്. സാമ്പത്തിക ദുരവസ്ഥയൊക്കെ ഒട്ടൊക്കെ പരിഹൃതമാകുന്നതാണ്. സൽപ്രവർത്തികളിലൂടെ സമൂഹ മധ്യത്തിൽ അംഗീകാരങ്ങളൊക്കെ നേടാനുള്ള സാഹചര്യങ്ങൾ പൂരം നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നതാണ്. നവസംരംഭങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾക്ക് പരിഗണന നൽകി പ്രവർത്തിക്കുവാൻ പൂരം നക്ഷത്രക്കാരായിട്ടുള്ള ബിസിനസ്സുകാർ ശ്രദ്ധ കാട്ടുന്നതാണ്. പൊതുവെ തൊഴിൽ മേഖലയിലും പൂരം നക്ഷത്രക്കാർക്ക് ശോഭിക്കാൻ കഴിയും. രാഹു 7-ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. അനുരാഗ കാര്യത്തിൽ ശിഥിലത വരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. ദാമ്പത്യത്തിലും ചില അലോസരങ്ങൾ തലപൊക്കിയേക്കാം. വീട് വയ്ക്കാനോ വാങ്ങാനോ വളരെയധികം പ്രയത്നിക്കേണ്ട സ്ഥിതി വരുന്നതാണ്. കേതു ജന്മരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ആരോഗ്യത്തെ അത് ബാധിച്ചേക്കാം. അഷ്ടമശനി കാലമാണ്. അതുകൊണ്ട് തന്നെ ഉറ്റവരുടെ വിരഹങ്ങളും വിയോഗവും ഒക്കെ ഉണ്ടായേക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിനെ മ്ലാനമാക്കാനും സാഹചര്യമുണ്ട്. പൂര നക്ഷത്രക്കാരെ സംബന്ധിച്ച് വർഷത്തിന്റെ ആദ്യ പകുതി പൊതുവെ നല്ലതാണ്. സന്താന ഭാഗ്യം ആഗ്രഹിക്കുന്ന പൂര നക്ഷത്രക്കാരെ സംബന്ധിച്ച് വർഷത്തിന്റെ ആദ്യ പകുതി നല്ലതാണ്. സന്താനങ്ങൾക്ക് ഉയർച്ചയുണ്ടാകുന്നതാണ്. കൂടാതെ വിവാഹ കാര്യങ്ങളിലൊക്കെ തീരുമാനമാകുന്നതാണ്. എന്നാൽ വർഷത്തിന്റെ പകുതിക്ക് ശേഷം രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന പൂര നക്ഷത്രക്കാർക്ക് രോഗശാന്തി ഉണ്ടാകുന്നതാണ്. വീട്, വാഹനം എന്നീ കാര്യങ്ങൾക്ക് വർഷത്തിന്റെ 2ാം പകുതിയാണ് പൂരം നക്ഷത്രക്കാർക്ക് കൂടുതൽ അനുകൂലപ്രദം. ഇനി നമുക്ക് പൂരം നക്ഷത്രക്കാരുടെ ദശാകാലത്തെ ഒന്ന് പരിഗണിക്കാം. പൂരം നക്ഷത്രക്കാർ ജനിക്കുന്നത് ശുക്രദശയിലാണ്. ഏകദേശം ശുക്രദശ 10 വയസ്സ് വരെ ഉണ്ട് എന്ന് കണക്കുകൂട്ടലിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഏകദേശം 16 വയസ്സ് വരെ സൂര്യദശ, ഏകദേശം 26 വയസ്സ് വരെ ചന്ദ്രദശ, ഏകദേശം 33 വയസ്സ് വരെ ചൊവ്വാദശ, ഏകദേശം 51 വയസ്സ് വരെ രാഹുർദശ, ഏകദേശം 67 വയസ്സ് വരെ വ്യാഴദശ, അതിനുശേഷം ശനിദശ. ഇപ്പോൾ സൂര്യദശ, ചൊവ്വാദശ, വ്യാഴദശ എന്നീ ദശാകാലങ്ങളൊക്കെയുള്ള പൂര നക്ഷത്രക്കാർക്ക് 2026 കൂടുതൽ അനുകൂലപ്രദമാണ്. മറ്റുള്ളവർ ദോഷപരിഹാരത്തെ ചെയ്യുക. എല്ലാ പൂര നക്ഷത്രക്കാർക്കും 2026 വളരെ നല്ലൊരു വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇപ്പോൾ നമുക്ക് ഉത്തര നക്ഷത്രക്കാരുടെ 2026 എന്ന പുതുവർഷത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. ഉത്തര നക്ഷത്രം ചിങ്ങം, കന്നി രാശികളിലായിട്ട് വരുന്ന ഒരു മുറി നക്ഷത്രമാണ്. ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കാനുള്ള സാഹചര്യങ്ങൾ ഉത്തര നക്ഷത്രക്കാർക്കുണ്ട്. പുതിയ ലക്ഷ്യങ്ങൾ എപ്പോഴും മുന്നിലുണ്ടാകുന്നതാണ്.
ഔദ്യോഗിക ജീവിതത്തിൽ സ്ഥാനക്കയറ്റത്തിനുള്ള സാഹചര്യങ്ങൾ ഉത്തര നക്ഷത്രക്കാർക്കുണ്ടാകും. കരാർ ജോലികൾ ചെയ്യുന്നവർക്ക് തുടർ അവസരങ്ങൾ ലഭിക്കുന്നതാണ്. കടബാധ്യതയൊക്കെ ഭാഗികമായി പരിഹരിക്കപ്പെടുന്നതാണ്. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വെല്ലുവിളികൾ വന്നു ചേരുന്നതാണ്. പ്രവാസികൾക്ക് കുടുംബത്തോടൊപ്പം ചേരാൻ അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. അതിർത്തി തർക്കങ്ങൾ മൂലം ഉണ്ടായ വ്യവഹാരങ്ങൾ മധ്യസ്ഥർ മുഖാന്തരം പരിഹരിക്കാനുള്ള സാധ്യതകളും ഉത്തര നക്ഷത്രക്കാർക്കുണ്ട്. വയോജനങ്ങളുടെ സംരക്ഷണത്തിന് പ്രത്യേകമായിട്ടുള്ള കരുതൽ ആവശ്യമാണ്. വീടുമായി പിണങ്ങിപ്പോയവർക്ക് വീണ്ടും ഇണക്കത്തിലാകാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകാം. അനുരാഗ കാര്യങ്ങളും പ്രണയങ്ങളും വിവാഹ കാര്യങ്ങളിലും ഒക്കെ ചില തടസ്സങ്ങൾ ഉണ്ടായേക്കാം. ഏകപക്ഷീയമായ തീരുമാനങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ കയ്പ് രസത്തെ നൽകാനും ഇടയുണ്ട്. ദാമ്പത്യ കാര്യത്തിലും പ്രണയകാര്യങ്ങളിലും ഒക്കെ വളരെ ശ്രദ്ധ ചെലുത്തുക. ചിങ്ങക്കൂറുകാരായിട്ടുള്ള ഉത്തര നക്ഷത്രക്കാരെ സംബന്ധിച്ച് വർഷത്തിന്റെ ആദ്യം സന്താന ഭാഗ്യം, സന്താനങ്ങളുടെ ഉയർച്ച, വിവാഹം എന്നീ കാര്യങ്ങൾക്ക് അനുകൂലമാണ്. വർഷത്തിന്റെ രണ്ടാം പകുതി രോഗശമനത്തിനും വീട്, വാഹനം എന്നീ കാര്യങ്ങൾക്കും ഒക്കെ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. കന്നിക്കൂറുകാരായിട്ടുള്ള ഉത്തര നക്ഷത്രക്കാരെ സംബന്ധിച്ച് വർഷത്തിന്റെ ആദ്യ പകുതി രോഗശാന്തി, ധനലാഭം, വീട്, വാഹനം എന്നീ കാര്യങ്ങൾക്ക് കൂടുതൽ അനുകൂലപ്രദമാണ്. എന്നാൽ വർഷത്തിന്റെ രണ്ടാം പകുതി കന്നിക്കൂറുകാരായിട്ടുള്ള ഉത്തര നക്ഷത്രക്കാർക്ക് സന്താന ഭാഗ്യം, വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പുരോഗതി, വിവാഹം എന്നീ കാര്യങ്ങൾക്ക് അനുകൂലമാണ്. ഇനി നമുക്ക് ഉത്തര നക്ഷത്രക്കാരുടെ ദശാകാലത്തെ ഒന്ന് ചിന്തിക്കാം. ഉത്തര നക്ഷത്രക്കാർ സൂര്യദശയിലാണ് ജനിക്കുന്നത്. ഏകദേശം 3 വയസ്സ് വരെ സൂര്യദശ എന്ന് കണക്ക് കൂട്ടാം. അങ്ങനെ വരുമ്പോൾ 13 വയസ്സ് വരെ ചന്ദ്രദശയും, 20 വയസ്സ് വരെ ചൊവ്വാദശയും, 38 വയസ്സ് വരെ രാഹുർദശയും, 54 വയസ്സ് വരെ വ്യാഴദശയും, 73 വയസ്സ് വരെ ശനിദശയുമാണ്. ഇപ്പോൾ ചന്ദ്രദശ, രാഹുർദശ, ശനിദശ എന്നീ ദശാകാലങ്ങളിൽ സഞ്ചരിക്കുന്ന ഉത്തര നക്ഷത്രക്കാർക്ക് 2026 കൂടുതൽ ഗുണഫലത്തെ നൽകും. എല്ലാ ഉത്തര നക്ഷത്രക്കാർക്കും 2026 വളരെ നല്ലൊരു വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇപ്പോൾ നമുക്ക് അത്തം നക്ഷത്രക്കാരുടെ 2026 എന്ന പുതുവർഷത്തിന്റെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. അത്തം നക്ഷത്രക്കാർക്ക് വ്യാഴം 10, 11 ഭാവങ്ങളിലായിട്ടാണ് സഞ്ചരിക്കുന്നത്. ശനി 7ലും രാഹു 6ലും സഞ്ചരിക്കുകയാണ്. സമ്മിശ്രമായിട്ടുള്ള അനുഭവങ്ങൾ ആവർത്തിക്കുന്ന വർഷമാണ്. പുതിയ തൊഴിലൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ അതിലൊന്നും പൂർണ്ണ തൃപ്തി ഉണ്ടാകണമെന്നില്ല. ഉദ്യോഗസ്ഥരായിട്ടുള്ളവർക്ക് തൊഴിലിടത്തിൽ സുഗമതയും അധികാരവും ഒക്കെ കുറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. പ്രതീക്ഷിച്ച സ്ഥാനക്കയറ്റമൊന്നും ഉണ്ടാകണമെന്നില്ല. വേതന കാര്യത്തിൽ നാമമായിട്ടുള്ള വർധനവൊക്കെയാണ് വന്നു ചേരുക. അതിലൊക്കെ സംതൃപ്തി കുറയുന്നതാണ്. ബിസിനസ്സിലൊക്കെ ലാഭം കൂടാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാകുന്നതാണ്. നിലവിലെ സ്ഥിതി തുടരുക തന്നെയാണ് ബിസിനസ്സുകാർക്ക് അനുകൂലം. പുതുസംരംഭങ്ങളെ ഒരു പരീക്ഷണമായി മാത്രം കണ്ട് തുടങ്ങുക. 7ലെ ശനിയാൽ അന്യദേശത്ത് ജോലിക്കോ പഠിപ്പിനോ ഒക്കെ പോകാനുള്ള അവസരങ്ങൾ ഉണ്ടായേക്കാം. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ മടുപ്പുണ്ടാകുന്ന സാഹചര്യങ്ങളും ഉണ്ടാകും. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കരുതൽ എടുക്കേണ്ടതാണ്. വീട് നിർമ്മാണത്തിന് തുടക്കം കുറിക്കാൻ സാഹചര്യങ്ങൾ ഉണ്ടാകും. വാഹനം വാങ്ങാനുള്ള യോഗവുമുണ്ട്. 6ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നതുകൊണ്ട് തന്നെ അപ്രതീക്ഷിത ധനാഗമം ഉണ്ടാകുന്നതാണ്. ശത്രുക്കളുടെ മേൽ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. പ്രണയകാര്യങ്ങളൊക്കെ നിലനിർത്തുക ക്ലേശകരമായി തോന്നിയേക്കാം. ദാമ്പത്യ ജീവിതത്തിലും അത്തം നക്ഷത്രക്കാർക്ക് ചില അലോസരങ്ങൾ ഉണ്ടായേക്കാം. അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വർഷത്തിന്റെ ആദ്യ പകുതിയിൽ രോഗശാന്തിക്കും ധനലാഭത്തിനും വീട്, വാഹനം എന്നിവ ലഭിക്കുന്നതിനും ഒക്കെ സാഹചര്യങ്ങൾ ഉണ്ടാകാം. വർഷത്തിന്റെ രണ്ടാം പകുതിക്ക് ശേഷം സന്താന ഭാഗ്യം ആഗ്രഹിക്കുന്ന അത്തം നക്ഷത്രക്കാർക്ക് കൂടുതൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. കൂടാതെ വിദ്യാർത്ഥികളായിട്ടുള്ള അത്തം നക്ഷത്രക്കാർക്കും വർഷത്തിന്റെ രണ്ടാം പകുതി കൂടുതൽ ഗുണപ്രദമാണ്. വിവാഹ കാര്യങ്ങൾക്കും അനുകൂല സമയമാണ്. ഇനി നമുക്ക് അത്തം നക്ഷത്രക്കാരുടെ ദശാകാലത്തെ ഒന്ന് ചിന്തിക്കാം. അത്തം നക്ഷത്രക്കാർ ജനിക്കുന്നത് ചന്ദ്രദശയിലാണ്. ഏകദേശം 5 വയസ്സ് വരെ ചന്ദ്രദശ എന്ന് കൂട്ടാം. അങ്ങനെ വരുമ്പോൾ ഏകദേശം 12 വയസ്സ് വരെ ചൊവ്വാദശയും, 30 വയസ്സ് വരെ രാഹുർദശയും, 46 വയസ്സ് വരെ വ്യാഴദശയും, 65 വയസ്സ് വരെ ശനിദശയും, 82 വയസ്സ് വരെ ബുധദശയുമാണ്. ഇതിലിപ്പോൾ ചൊവ്വാദശ, വ്യാഴദശ, ബുധദശ എന്നീ ദശാകാലങ്ങളുള്ള അത്തം നക്ഷത്രക്കാർക്ക് കൂടുതൽ അനുകൂലപ്രദമായിട്ടുള്ള വർഷമാണ് 2026. എല്ലാ അത്തം നക്ഷത്രക്കാർക്കും 2026 വളരെ നല്ലൊരു വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇപ്പോൾ നമുക്ക് ചിത്തിര നക്ഷത്രക്കാരുടെ 2026 എന്ന പുതുവർഷത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് കന്നി, തുലാം എന്നീ രാശികളിലായിട്ട് വരുന്ന നക്ഷത്രമാണ് ചിത്തിര. 1ഉം 2ഉം പാദങ്ങൾ കന്നിക്കൂറിലും 3ഉം 4ഉം പാദങ്ങൾ ചിത്തിര തുലാം രാശിയിലുമാണ് വരുന്നത്. ചിത്തിര നക്ഷത്രത്തെ ചിത്ര നക്ഷത്രം എന്നും അറിയപ്പെടുന്നുണ്ട്. കന്നിക്കൂറുകാരായിട്ടുള്ള ചിത്തിര നക്ഷത്രക്കാരെക്കാൾ തുലാക്കൂറുകാരായിട്ടുള്ള ചിത്തിര നക്ഷത്രക്കാർക്ക് കൂടുതൽ ഗുണാധിക്യം ഉണ്ടാകുന്ന വർഷമാണ്. ന്യായമായിട്ടുള്ള അഭീഷ്ടങ്ങൾ നേടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. മത്സരങ്ങളിൽ വിജയശ്രീ ലാളിതരാകുന്നതാണ്. അഭിമുഖങ്ങളിൽ
മികച്ച പ്രകടനം ചിത്തിര നക്ഷത്രക്കാരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടാകുന്നതാണ്. സംരംഭകാര്യങ്ങളിൽ സർക്കാരിൽ നിന്നും അനുമതി ലഭിക്കുന്നതാണ്. പൊതുവെ ഭാഗ്യ പുഷ്ടിയുള്ള കാലമാണ് ചിത്തിര നക്ഷത്രക്കാർക്ക് 2026. പല വഴികളിലൂടെയും ധനാഗമം ഉണ്ടാകുന്നതാണ്. വിഘ്നങ്ങളെയൊക്കെ മറികടന്ന് പ്രണയിക്കുന്നവർക്ക് ഒന്നാമകാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. തുലാക്കൂറുകാരായിട്ടുള്ള ചിത്തിര നക്ഷത്രക്കാർക്ക് 5ാം ഭാവത്തിലെ രാഹുവിന്റെ സ്ഥിതി മക്കളുടെ കാര്യത്തിൽ ചില ഉത്കണ്ഠകൾ ഉണ്ടാക്കാം. 6ാം ഭാവത്തിലെ ശനി രോഗശാന്തി നൽകുന്നതുമാണ്. കന്നിക്കൂറുകാരായിട്ടുള്ള ചിത്തിര നക്ഷത്രക്കാർക്ക് പ്രതിസന്ധികളിൽ പോരാടി മുന്നേറേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാം. ഉന്മേഷത കുറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. ചിലപ്പോൾ നിസ്സംഗതയൊക്കെ തോന്നിയേക്കാം. വീടൊക്കെ പുതുക്കാനുള്ള സാഹചര്യങ്ങൾ ചിലപ്പോൾ തടസ്സം വന്നേക്കാം. വാഹനം വാങ്ങാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകാം. പ്രണയകാര്യത്തിലൊക്കെ ഉദാസീനതയും ഉണ്ടാകാം. വിവാഹ കാര്യങ്ങളിലൊക്കെ കാലതാമസം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. കന്നിക്കൂറുകാരായിട്ടുള്ള ചിത്തിര നക്ഷത്രക്കാർക്ക് വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ആരോഗ്യപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. കൂടാതെ ആദ്യ പകുതിയിൽ നല്ല ധനലാഭവും വീട്, വാഹനം എന്നിവ ലഭിക്കുന്നതിനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകാം. കന്നിക്കൂറുകാരായിട്ടുള്ള ചിത്തിര നക്ഷത്രക്കാർക്ക് വർഷത്തിന്റെ 2ാം പകുതി സന്താന ഭാഗ്യത്തിനും വിദ്യാ പുരോഗതിക്കും വിവാഹത്തിനും അനുകൂലമാണ്. തുലാക്കൂറുകാരായിട്ടുള്ള ചിത്തിര നക്ഷത്രക്കാർക്ക് വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ആരോഗ്യപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. 2ാം പകുതിയിൽ സന്താന ഭാഗ്യം, വിദ്യാ പുരോഗതി എന്നിവയ്ക്കും സാഹചര്യങ്ങൾ ഉണ്ടാകും. ഇനി നമുക്ക് ചിത്തിര നക്ഷത്രക്കാരുടെ ദശാകാലത്തെ ഒന്ന് പരിഗണിക്കാം. ചിത്തിര നക്ഷത്രക്കാർ ചൊവ്വാദശയിലാണ് ജനിക്കുക. ഏകദേശം 3 വയസ്സ് വരെയാണ് ചൊവ്വാദശ. അതിനെ തുടർന്ന് ഏകദേശം 21 വയസ്സ് വരെ രാഹുദശയും, ഏകദേശം 37 വയസ്സ് വരെ വ്യാഴദശയും, ഏകദേശം 56 വയസ്സ് വരെ ശനിദശയും, ഏകദേശം 73 വയസ്സ് വരെ ബുധദശയുമാണ്. ഇപ്പോൾ രാഹുദശയും ശനിദശയും ഒക്കെ നടക്കുന്ന ചിത്തിര നക്ഷത്രക്കാർക്ക് കൂടുതൽ അനുകൂലപ്രദമായിട്ടുള്ള സമയമാണ്. മറ്റുള്ളവർ ദോഷപരിഹാരത്തെ ചെയ്യുക. എല്ലാ ചിത്തിര നക്ഷത്രക്കാർക്കും 2026 വളരെ നല്ലൊരു വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇപ്പോൾ നമുക്ക് ചോതി നക്ഷത്രക്കാരുടെ 2026 എന്ന പുതുവർഷത്തിന്റെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് വ്യാഴം 9ലും 10ലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. ശനി 6ാം ഭാവത്തിലാണ്. ഈ 2 മുഖ്യ ഗ്രഹങ്ങളും അനുകൂല ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ ഭാഗ്യപുഷ്ടിയുള്ള കാലം തന്നെയാണ് ചോതി നക്ഷത്രക്കാർക്ക് 2026. ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റപ്പെടും. തൊഴിലില്ലാത്തവർക്ക് അർഹതയ്ക്കനുസരിച്ച് ജോലി കിട്ടുന്നതാണ്. പഠന മികവുണ്ടാകുന്നതാണ്. കലാപരമായി വളർച്ചയുടെ കാലമാണ്. വ്യാപാരം തുടങ്ങാനും നിലവിലുള്ളത് പുതിയ രീതിയിൽ വിപുലീകരിക്കാനും ആരംഭിക്കാനും ഒക്കെ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. സാമ്പത്തികമായി സ്വയം പര്യാപ്തതയിലൊക്കെ എത്തിച്ചേരുന്നതാണ്. സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും അതൊക്കെ കൈവരാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. പ്രണയിക്കുന്നവർക്ക് വിവാഹ സാഫല്യം ഉണ്ടാകുന്നതാണ്. ചോതി നക്ഷത്രക്കാർക്ക് വാടക വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് വീട് മാറാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. ഗാർഹിക അന്തരീക്ഷം ചോതി നക്ഷത്രക്കാർക്ക് പൊതുവെ സമാധാനപൂർണമാണ്. വാഹന യോഗമുണ്ട്. പുതിയ വാഹനങ്ങളൊക്കെ വാങ്ങാനുള്ള സാഹചര്യങ്ങളുണ്ട്. 5ാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ ഗുണകരമല്ലാത്ത ശാഠ്യവും പിടിവാശികളും ഒക്കെ ഉണ്ടാകാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. ചോതി നക്ഷത്രക്കാർക്ക് പൊതുവെ ഈ വർഷം ആരോഗ്യപരമായ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. സന്താന ഭാഗ്യവും ഉണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികളായിട്ടുള്ള ചോതി നക്ഷത്രക്കാർക്കും വിദ്യാഭ്യാസ കാര്യത്തിൽ പുരോഗതി ഉണ്ടാകുന്നതാണ്. ഇനി നമുക്ക് ചോതി നക്ഷത്രക്കാരുടെ ദശാകാലത്തെ ഒന്ന് പരിഗണിക്കാം. ചോതി നക്ഷത്രക്കാർ ജനിക്കുന്നത് രാഹുർദശയിലാണ്. ഏകദേശം 10 വയസ്സ് വരെയാണ് രാഹുർദശ. ശേഷം 26 വയസ്സ് വരെ വ്യാഴദശയും, 45 വയസ്സ് വരെ ശനിദശയും, 62 വയസ്സ് വരെ ബുധദശയും, 71 വയസ്സ് വരെ കേതുർദശയുമാണ്. ഇപ്പോൾ വ്യാഴദശ, ബുധദശ എന്നീ ദശാകാലങ്ങളുള്ള ചോതി നക്ഷത്രക്കാർക്ക് 2026 വളരെ ഗംഭീരമായിട്ടുള്ള വർഷമാണ്. മറ്റുള്ളവർ ദോഷശാന്തി ചെയ്യുക. എല്ലാ ചോതി നക്ഷത്രക്കാർക്കും 2026 വളരെ നല്ലൊരു വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇപ്പോൾ നമുക്ക് വിശാഖം നക്ഷത്രക്കാരുടെ 2026 എന്ന പുതുവർഷത്തെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. വിശാഖ നക്ഷത്രം തുലാം, വൃശ്ചികം കൂറുകളിലായിട്ട് വരുന്ന നക്ഷത്രമാണ്. തുലാക്കൂറിൽ ആദ്യത്തെ 3 പാദങ്ങളും വൃശ്ചികൂറിൽ അവസാനത്തെ പാദവുമാണ്. തുലാക്കൂറുകാരെ സംബന്ധിച്ച് കൂടുതൽ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് സംജാതമാകുക. ഭാഗ്യപുഷ്ടി ഉണ്ടാകുന്നതാണ്. തൊഴിൽ കാര്യത്തിൽ മുന്നേറ്റം ഉണ്ടാകുന്നതാണ്. ബാങ്കിൽ നിന്നും വായ്പ ലഭിക്കുന്നതാണ്. ചിട്ടി, നറുക്കെടുപ്പ്, ഇൻഷുറൻസ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ധനലാഭം കൂടുതലായി ഉണ്ടാകുന്നതാണ്. വിദ്യാഭ്യാസ കാര്യത്തിൽ സാമർഥ്യം ഉണ്ടാകുന്നതാണ്. അന്യദേശവാസവും ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രവാസികളുടെ കാര്യത്തിൽ ഉണ്ടായിരുന്ന തൊഴിൽ പ്രശ്നങ്ങളൊക്കെ പരിഹൃതമാകുന്നതാണ്. 5ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളിലെങ്കിലും ആശയക്കുഴപ്പം ഉണ്ടായേക്കാം. വേണമോ വേണ്ടയോ എന്ന ചിന്ത വലച്ചേക്കാം. ഫ്ളാറ്റ്, വീട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വാങ്ങാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. നാട്ടിലെ വസ്തുവൊക്കെ വിൽക്കാനുള്ള സാഹചര്യങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാകാം.
വൃശ്ചികക്കൂറുകാർക്ക് വീട്ടിൽ സമാധാന അന്തരീക്ഷം കുറയുന്നതാണ്. വാടക വീടൊക്കെ മാറാനുള്ള സാഹചര്യങ്ങൾ വൃശ്ചികക്കൂറുകാർക്കുണ്ട്. മക്കളുടെ കാര്യത്തിൽ ശാഠ്യശീലങ്ങളൊക്കെ വൃശ്ചികക്കൂറുകാരായിട്ടുള്ളവരെ വിഷമിപ്പിച്ചേക്കാം. ബന്ധുക്കളുമായി ചില വിരോധങ്ങളും ഉണ്ടാകാം. സ്വാശ്രയമായി തൊഴിലിൽ മുന്നേറ്റം മെല്ലെയാകുന്നതാണ്. അനുരാഗ കാര്യങ്ങളൊക്കെ മുട്ടിടാനുള്ള സാഹചര്യങ്ങളും ഉണ്ടായേക്കാം. തുലാക്കൂറിൽ വരുന്ന വിശാഖ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ആരോഗ്യ കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങളും സന്താന ഭാഗ്യവും വിദ്യാഭ്യാസ കാര്യത്തിൽ അല്പം പുരോഗതിയും ഉണ്ടാകുന്നതാണ്. എന്നാൽ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് വർഷത്തിന്റെ ആദ്യ പകുതി വീട്, വാഹനം എന്നീ കാര്യങ്ങൾക്കുള്ള യോഗമുണ്ട്. ശേഷം രണ്ടാം പകുതിയിൽ ആരോഗ്യപരമായിട്ടുള്ള ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. വിദ്യാഭ്യാസ കാര്യത്തിലും വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി നമുക്ക് വിശാഖ നക്ഷത്രക്കാരുടെ ദശാകാലത്തെ ഒന്ന് പരിഗണിക്കാം. വിശാഖ നക്ഷത്രക്കാർ ജനിക്കുന്നത് വ്യാഴദശയിലാണ്. ഏകദേശം 8 വയസ്സുവരെ വ്യാഴദശയാണെന്ന് കണക്കുകൂട്ടി മുന്നോട്ട് പോകാം. അങ്ങനെ വരുമ്പോൾ ഏകദേശം 27 വയസ്സുവരെ ശനിദശയും 44 വയസ്സുവരെ ബുധദശയും 51 വയസ്സുവരെ കേതുർദശയും 71 വയസ്സുവരെ ശുക്രദശയുമാണ്. 2026 വിശാഖ നക്ഷത്രക്കാർക്ക് ശനിദശ, കേതുർദശ എന്നീ ദശാകാലങ്ങളുള്ളവർക്ക് കൂടുതൽ അനുകൂലപ്രദമാണ്. മറ്റ് ദശാകാലങ്ങൾ അനുഭവത്തിലുള്ളവർ ദോഷപരിഹാരത്തെ ചെയ്യുക. എല്ലാ വിശാഖ നക്ഷത്രക്കാർക്കും 2026 നല്ലൊരു പുതുവർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇപ്പോൾ നമുക്ക് അനിഴ നക്ഷത്രക്കാരുടെ 2026 എന്ന പുതുവർഷത്തിന്റെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ പരിശോധിക്കാം. അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ച് 8-ാം ഇടത്തിലും 9-ാം ഇടത്തിലുമായിട്ടാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. 4-ാമത്തെ രാശിയിൽ രാഹുവും 5-ൽ ശനിയും വർഷം മുഴുവനുണ്ട്. അതിനാൽ ഗുണം കുറഞ്ഞും ദോഷം അല്പം കൂടുതലായിട്ടും ഉള്ള വർഷമാണ്. അനായാസമായി നേടേണ്ട കാര്യങ്ങൾ പ്രയത്നത്തിലൂടെ ആയിരിക്കും സാധിക്കുക. കടം വാങ്ങി ബിസിനസ്സിൽ നിക്ഷേപിക്കുന്നത് അനിഴ നക്ഷത്രക്കാർക്ക് പ്രയോജനം ചെയ്യില്ല. അന്യനാട്ടിൽ പഠനം, തൊഴിൽ ഇവയ്ക്ക് അവസരങ്ങൾ സംജാതമാകുന്നതാണ്. യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാകാതെ സ്വപ്നത്തിൽ ജീവിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. വിശ്വസ്തരെന്ന് കരുതിയവർ ഉപജാപം നടത്തുന്നതിന് നേതൃത്വം വഹിക്കാം. പ്രാധാന്യമുള്ള രേഖകൾ, പ്രമാണങ്ങൾ തുടങ്ങിയവ നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ട സമയം കൂടിയാണ്. വീട് നിർമ്മാണത്തിന് പണം കണ്ടെത്താൻ വിഷമം ഉണ്ടാകുന്നതാണ്. വാഹനം ഉപയോഗിക്കുന്ന കാര്യത്തിലൊക്കെ അല്പം ജാഗ്രത പാലിക്കുക. അർഹതയുള്ളവർക്ക് വിവാഹബന്ധം ലഭിക്കാനായി അന്വേഷണം തുടരേണ്ട സാഹചര്യങ്ങളും ഉണ്ടാകാം. സാമ്പത്തിക അച്ചടക്കം അനിവാര്യമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വീട്, വാഹനം എന്നീ കാര്യങ്ങൾക്ക് വർഷത്തിന്റെ ആദ്യ പകുതിയിൽ യോഗമുണ്ട്. വർഷത്തിന്റെ രണ്ടാം പകുതിക്ക് ശേഷം ആരോഗ്യപരമായി ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. വിദ്യാഭ്യാസ കാര്യത്തിലും വർഷത്തിന്റെ രണ്ടാം പകുതി ഗുണപ്രദമാണ്. ഇനി നമുക്ക് അനിഴ നക്ഷത്രക്കാരുടെ ദശാകാലത്തെ ഒന്ന് പരിഗണിക്കാം. അനിഴ നക്ഷത്രക്കാർ ശനിദശയിലാണ് ജനിക്കുക. ഏകദേശം 10 വയസ്സുവരെ ശനിദശ എന്ന് കണക്കുകൂട്ടി മുന്നോട്ട് പോകാം. ഏകദേശം 27 വയസ്സുവരെ ബുധദശയും 34 വയസ്സുവരെ കേതുർദശയും 54 വയസ്സുവരെ ശുക്രദശയും 60 വയസ്സുവരെ സൂര്യദശയും 70 വയസ്സുവരെ ചന്ദ്രദശയും 77 വയസ്സുവരെ ചൊവ്വാദശയുമുണ്ട്. 2026 ബുധദശ, ശുക്രദശ, ചന്ദ്രദശ എന്നീ ദശാകാലങ്ങളുള്ള അനിഴ നക്ഷത്രക്കാർക്ക് വളരെയേറെ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. മറ്റ് ദശാകാലങ്ങളിൽ കഴിയുന്നവർ ദോഷശാന്തി നിർബന്ധമായിട്ടും ചെയ്യുക. എല്ലാ അനിഴ നക്ഷത്രക്കാർക്കും വളരെ നല്ലൊരു വർഷമാകട്ടെ 2026 എന്ന് ആശംസിക്കുന്നു. ഇപ്പോൾ നമുക്ക് തൃക്കേട്ട നക്ഷത്രക്കാരുടെ 2026 എന്ന പുതുവർഷത്തിന്റെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് വ്യാഴം 8, 9 ഭാവങ്ങളിലായിട്ടാണ് നിൽക്കുന്നത്. കണ്ടകശ്വനി ദോഷങ്ങളോ മറ്റോ ഇല്ല. 4-ാം ഇടത്ത് രാഹു സഞ്ചരിക്കുന്നുണ്ട്. ഭാഗ്യാനുഭവങ്ങൾ ചിലപ്പോൾ മറഞ്ഞും തെളിഞ്ഞും വന്നേക്കാം. വെല്ലുവിളികൾ നിറഞ്ഞ ചുമതലകൾ ധൈര്യപൂർവ്വം ഏറ്റെടുക്കേണ്ട സാഹചര്യങ്ങളും ഉണ്ടാകും. അന്യനാട്ടിൽ പഠിപ്പിനനുസരിച്ചുള്ള ജോലി ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. വൈകിട്ടാണേലും സ്വന്തം കഴിവുകൾ മറ്റുള്ളവർ മനസ്സിലാക്കുന്നതാണ്. കുടുംബത്തിൽ നിന്നും സ്വീകാര്യത കൈവരിക്കാൻ സാധിക്കുന്നതാണ്. സ്വന്തമായി കമ്പനി, സ്ഥാപനമൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അവസരങ്ങൾ ലഭിക്കുന്നതാണ്. 4-ാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കാൻ മനഃശക്തി ചിലപ്പോൾ കുറവ് വന്നേക്കാം. വീട് വാങ്ങുക, വീട് നിർമ്മിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് അല്പം തടസ്സമൊക്കെ വന്നേക്കാം. വാഹനത്തിന്റെ കാര്യത്തിലും ഇതേ അവസ്ഥ തന്നെ ഉണ്ടായേക്കാം. മക്കളുടെ പ്രവർത്തനങ്ങളൊക്കെ ചിലപ്പോൾ ദുരൂഹമായി തോന്നിയേക്കാം. തന്മൂലം മനസ്സിന് അല്പം വിഷമതകളും ഉണ്ടായേക്കാം. അനുരാഗ കാര്യങ്ങളിൽ കൂടുതൽ ഹൃദയ ഐക്യം വരുന്നതാണ്. വിവാഹമൊക്കെ തീരുമാനം നീളുന്നതാണ്. തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് ധനു, മകരം, മേടം, കർക്കിടകം, ചിങ്ങം, കന്നി എന്നീ മാസങ്ങളൊക്കെ കൂടുതൽ ശുഭഫലങ്ങളെ നൽകുന്ന മാസങ്ങളാണ്. തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് വർഷത്തിന്റെ ആദ്യ പകുതി വീട്, വാഹനം എന്നീ കാര്യങ്ങൾക്കുള്ള കൂടുതൽ അനുകൂല സമയമാണ്. വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ ആരോഗ്യപരമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. വിദ്യാഭ്യാസ കാര്യങ്ങളിലും വിദ്യാർത്ഥികൾക്ക് രണ്ടാം പകുതി അനുകൂല സമയമാണ്. ഇനി നമുക്ക്
തൃക്കേട്ട നക്ഷത്രക്കാരുടെ ദശാകാലത്തെ ഒന്ന് പരിശോധിക്കാം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ബുധദശയാണ് ആദ്യം വരുന്നത്. ഏകദേശം 10 വയസ്സ് വരെ ബുധദശ എന്ന കണക്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഏകദേശം 17 വയസ്സ് വരെ കേതുർദശ, ഏകദേശം 37 വയസ്സ് വരെ ശുക്രദശ, ഏകദേശം 43 വയസ്സ് വരെ സൂര്യദശ, ഏകദേശം 53 വയസ്സ് വരെ ചന്ദ്രദശ, ഏകദേശം 60 വയസ്സ് വരെ ചൊവ്വാദശ, ഏകദേശം 71 വയസ്സ് വരെ രാഹുർദശ, അതിനുശേഷം വ്യാഴദശ. 2026 കേതുർദശ, സൂര്യദശ, ചൊവ്വാദശ, വ്യാഴദശ എന്നീ ദശാകാലങ്ങളുള്ള ആയില്യം നക്ഷത്രക്കാർക്ക് കൂടുതൽ അനുകൂലപ്രദമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകും. മറ്റ് ദശാകാലങ്ങളുള്ളവർ ദോഷപരിഹാരത്തെ നിർബന്ധമായിട്ടും ചെയ്യുക. എല്ലാ തൃക്കേട്ട നക്ഷത്രക്കാർക്കും 2026 വളരെ നല്ലൊരു വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇപ്പോൾ നമുക്ക് മൂലം നക്ഷത്രക്കാരുടെ 2026 എന്ന പുതുവർഷത്തിന്റെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ പരിശോധിക്കാം. മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വ്യാഴം 7ലും 8ലുമായിട്ടാണ് വരുന്നത്. ശനി 4ലും രാഹു 3ലും സ്ഥിതി ചെയ്യുന്ന സമയമാണ്. ഈ വർഷം പലതരത്തിലുള്ള ഭാഗ്യാനുഭവങ്ങളും നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ്. പ്രവർത്തന മേഖല വിപുലീകരിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. പൊതുരംഗത്ത് സക്രിയമാകാനും ആദരവുകളൊക്കെ നേടാനുമുള്ള അവസരങ്ങൾ ഉണ്ടാകും. തൊഴിൽ തേടുന്നവർക്ക് നാട്ടിലും വിദേശത്തുമൊക്കെ തൊഴിൽ അവസരങ്ങൾ ലഭിക്കുന്നതാണ്. ഭൂമിയിൽ നിന്നും കൃഷി, വാടക ഇത്യാദികളുടെ ആദായം ലഭിക്കുന്നതാണ്. കൂട്ടു ബിസിനസ്സിലൊക്കെ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ഉപജാപം, ദുഷ്പ്രേരണകൾ എന്നിവയൊക്കെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. പുതിയ വീട് വെക്കാനുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടാകാം. 4ാം ഭാവത്തിൽ ശനിയാണ്. കണ്ടകശനി കാലമാണ്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾക്കും കാലതാമസം ഉണ്ടാകുന്നതാണ്. വാഹനം വാങ്ങാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. പ്രണയാനുഭവങ്ങളൊക്കെ ജീവിതത്തെ മാറ്റിമറിക്കാം. അവിവാഹിതർക്ക് വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. 3ാം ഭാവത്തിലെ രാഹു കടബാധ്യതകൾ പരിഹരിക്കാനുള്ള സാഹചര്യങ്ങളും രൂപപ്പെടുത്തുന്നതാണ്. മൂലനക്ഷത്രക്കാരെ സംബന്ധിച്ച് കുംഭം, മേടം, ഇടവം, ചിങ്ങം, കന്നി, തുലാം എന്നീ മാസങ്ങൾ കൂടുതൽ ഗുണപ്രദമാണ്. വർഷത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ ആരോഗ്യപരമായി ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. മൂലനക്ഷത്രക്കാർക്ക് വർഷത്തിന്റെ 2ാം പകുതിയിൽ ധനലാഭം ഉണ്ടാകുന്നതാണ്. വീട്, വാഹനയോഗം എന്നീ ഗുണാനുഭവങ്ങളും 2ാം പകുതിക്ക് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് മൂലനക്ഷത്രക്കാരുടെ ദശാകാലത്തെ ഒന്ന് പരിഗണിക്കാം. മൂലനക്ഷത്രക്കാർ കേതുർദശയിലാണ് ജനിക്കുക. ഏകദേശം 3 വയസ്സ് വരെ കേതുർദശ എന്ന പരിഗണനയിൽ മുന്നോട്ട് പോകാം. ഏകദേശം 23 വയസ്സ് വരെ ശുക്രദശ, ഏകദേശം 29 വയസ്സ് വരെ സൂര്യദശ, ഏകദേശം 39 വയസ്സ് വരെ ചന്ദ്രദശ, ശേഷം ഏകദേശം 46 വയസ്സ് വരെ ചൊവ്വാദശ, ശേഷം ഏകദേശം 64 വയസ്സ് വരെ രാഹുദശ, അതിനുശേഷം ഏകദേശം 80 വയസ്സ് വരെ വ്യാഴദശ. 2026 ശുക്രദശ, ചന്ദ്രദശ, രാഹുർദശ എന്നീ ദശാകാലങ്ങളുള്ള മൂലനക്ഷത്രക്കാർക്ക് കൂടുതൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. മറ്റ് ദശാകാലങ്ങളുള്ളവർ നിർബന്ധമായിട്ടും ദോഷപരിഹാരത്തെ ചെയ്യുക. എല്ലാ മൂലനക്ഷത്രക്കാർക്കും 2026 വളരെ നല്ലൊരു വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇപ്പോൾ നമുക്ക് പൂരാട നക്ഷത്രക്കാരുടെ 2026 എന്ന പുതുവർഷത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ പരിശോധിക്കാം. പൂരാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഗ്രഹസ്ഥിതികളൊക്കെ പൊതുവെ അനുകൂലമായിട്ടുള്ള വർഷമാണ്. ജീവിതത്തിൽ മുന്നേറാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. എന്നാൽ കണ്ടകശനി കാലമായതുകൊണ്ട് തന്നെ തടസ്സങ്ങളെയൊക്കെ അതിജീവിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വരും. ജോലി അന്വേഷിക്കുന്നവർക്ക് കഴിവിനൊത്ത ഉപജീവന മാർഗം തെളിയുന്നതാണ്. സ്വന്തം ബിസിനസ്സിലൊക്കെ വിപുലീകരണം സാധ്യമാകുന്നതാണ്. ആവശ്യമായിട്ടുള്ള ബാങ്ക് വായ്പകളൊക്കെ ലഭിക്കുന്നതാണ്. പുതിയ വീട് നിർമ്മിക്കാൻ തടസ്സങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നതാണ്. മനമെടുക്കുന്ന സാഹചര്യങ്ങളും ചിലപ്പോഴെങ്കിലും വന്നു ചേരാം. അതുകൊണ്ട് തന്നെ തുടർ ശ്രമങ്ങൾ അനിവാര്യമാണ്. മനസ്സ് തകരാതെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. വാഹനം ഉപയോഗിക്കുന്നവർ കൂടുതൽ ജാഗ്രത കാട്ടേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും. അറ്റകുറ്റപ്പണികളൊക്കെ ആവർത്തിക്കുന്നതാണ്. രോഗക്ലേശിതരായിട്ടുള്ള പൂരാട നക്ഷത്രക്കാർക്ക് പുനർചികിത്സയിലൂടെ ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കും. 7ാം ഭാവത്തിൽ വ്യാഴമാണ് ആദ്യം. അതുകൊണ്ട് തന്നെ അനുരാഗഭാവങ്ങളെയൊക്കെ പുഷ്കലമാക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ദാമ്പത്യ ജീവിതത്തിൽ പ്രവേശിക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരും. ഗാർഹിക ജീവിതത്തിൽ പൊതുവെ സംതൃപ്തി പ്രതീക്ഷിക്കാവുന്ന വർഷമാണ്. വിദേശയാത്രയൊക്കെ ആഗ്രഹിക്കുന്ന പൂരാട നക്ഷത്രക്കാർക്ക് സാഹചര്യം ഉണ്ടാകുന്നതാണ്. വർഷത്തിന്റെ ആദ്യ പകുതി പൂരാട നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായി നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. 2ാം പകുതിയിൽ ധനലാഭവും വീട്, വാഹനം എന്നീ കാര്യങ്ങൾ വാങ്ങാനുള്ള യോഗവും ഉണ്ടാകും. ഇനി നമുക്ക് പൂരാട നക്ഷത്രക്കാരുടെ ദശാകാലത്തെ ഒന്ന് പരിഗണിക്കാം. പൂരാട നക്ഷത്രക്കാർ ശുക്രദശയിലാണ് ജനിക്കുക. ഏകദേശം 10 വയസ്സ് വരെ ശുക്രദശ എന്ന കണക്കിൽ മുന്നോട്ട് പോകാം. ഏകദേശം 16 വയസ്സ് വരെ സൂര്യദശയും, 26 വയസ്സ് വരെ ചന്ദ്രദശയും, 33 വയസ്സ് വരെ ചൊവ്വാദശയും, 51 വയസ്സ് വരെ രാഹുർദശയും, 67 വയസ്സ് വരെ വ്യാഴദശയും, ശേഷം ശനിദശയുമാണ്. 2026 സൂര്യദശ, ചൊവ്വാദശ, വ്യാഴദശ എന്നീ ദശാകാലങ്ങൾ അനുഭവിക്കുന്ന പൂരാട നക്ഷത്രക്കാർക്ക് കൂടുതൽ ഗുണപ്രദമാണ്. എല്ലാ പൂരാട നക്ഷത്രക്കാർക്കും 2026 വളരെ നല്ലൊരു വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു.
ഇപ്പോൾ നമുക്ക് ഉത്രാട നക്ഷത്രക്കാരുടെ 2026 സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്ര ഫലത്തെ പരിശോധിക്കാം. ഉത്രാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് ധനുക്കൂറിലും മകരക്കൂറിലുമായിട്ട് വരുന്ന നക്ഷത്രമാണ്. പൊതുവെ പറഞ്ഞാൽ വ്യാഴത്തിന്റെ ആനുകൂല്യമുള്ള സമയമാണ്. ഉത്രാടം 1-ാം പാദത്തിൽ, അതായത് ധനുക്കൂറിൽ ജനിക്കുന്നവർക്ക് ഈ വർഷം അഭീഷ്ട കാര്യങ്ങളൊക്കെ നിറവേറ്റപ്പെടുന്നതാണ്. പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. രാഷ്ട്രീയത്തിലൂടെ അധികാര ലബ്ധിയൊക്കെ കൈവരുന്നതാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ ലാഭം ഉണ്ടാകുന്നതാണ്. കാലത്തിന്റെ മാറ്റം തിരിച്ചറിഞ്ഞ് സ്വയം മാറാനുള്ള മനസ്സുണ്ടാകുന്നതാണ്. കണ്ടകശനി കാലമായതുകൊണ്ട് തന്നെ ചില തടസ്സങ്ങളൊക്കെ ലക്ഷ്യത്തെ പിന്നോട്ട് വലിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടായേക്കാം. അക്കാര്യങ്ങളൊക്കെ എപ്പോഴും ഓർമ്മിക്കേണ്ടതാണ്. മകരക്കൂറുകാരായിട്ടുള്ള ഉത്രാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് അധ്വാന ഭാരം കൂടാം. സംരംഭങ്ങളൊക്കെ സമാരംഭിക്കാൻ പലതരം കടമ്പകൾ കടക്കേണ്ട സാഹചര്യങ്ങൾ മകരക്കൂറുകാർക്കുണ്ടായേക്കാം. വീട് നിർമ്മാണം, ജീർണോദ്ധാരണം എന്നിവയൊക്കെ സാധ്യമാകുന്നതാണ്. 3-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മെല്ലെയാണെങ്കിലും സ്ഥിര വളർച്ചയ്ക്ക് വഴി തുറന്നു വരുന്നതാണ്. പ്രണയകാര്യങ്ങൾക്ക് വിഘ്നങ്ങളൊക്കെ മകരക്കൂറുകാർക്കുണ്ടാകുന്നതാണ്. വേർപിരിയലുകൾ വിഷമങ്ങൾ ഉണ്ടാക്കിയേക്കാം. വരുമാന മാർഗമൊക്കെ ഉയരുമെങ്കിലും നിക്ഷേപ സമാഹരണം ചിലപ്പോൾ സാധ്യമാകത്തില്ല. ധനുക്കൂറുകാരായിട്ടുള്ള ഉത്രാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് വർഷത്തിന്റെ ആദ്യ പകുതി ആരോഗ്യപരമായിട്ട് ഗുണമുണ്ടാകുന്നതാണ്. മകരക്കൂറുകാർക്കും ആരോഗ്യകാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. അതേപോലെ തന്നെ മകരക്കൂറുകാരെ സംബന്ധിച്ച് വർഷാദ്യം ധനലാഭം ഉണ്ടാകുന്നതാണ്. വർഷത്തിന്റെ 2-ാം പകുതി ധനുക്കൂറുകാരെ സംബന്ധിച്ച് ധനലാഭം ഉണ്ടാകുന്നതാണ്. വീട് വാഹന യോഗം ഒക്കെ 2-ാം പകുതിയിൽ ധനുക്കൂറുകാർക്കുണ്ടാകും. എന്നാൽ മകരക്കൂറുകാരായിട്ടുള്ള ഉത്രാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് വർഷത്തിന്റെ 2-ാം പകുതിയിൽ തൊഴിൽപരമായി നേട്ടങ്ങൾ ഉണ്ടാകും. ഇനി നമുക്ക് ഉത്രാട നക്ഷത്രക്കാരുടെ ദശാകാലത്തെ ഒന്ന് പരിഗണിക്കാം. ഉത്രാട നക്ഷത്രക്കാർ സൂര്യദശയിലാണ് ജനിക്കുക. ഏകദേശം 3 വയസ്സ് വരെ സൂര്യദശ എന്ന് കണക്ക് കൂട്ടാം. അങ്ങനെ വരുമ്പോൾ 13 വയസ്സ് വരെ ചന്ദ്രദശയും, 20 വയസ്സ് വരെ ചൊവ്വാദശയും, 38 വയസ്സ് വരെ രാഹുർദശയും, 54 വയസ്സ് വരെ വ്യാഴദശയും, 73 വയസ്സ് വരെ ശനിദശയുമാണ്. 2026 ചന്ദ്രദശ, രാഹുർദശ, ശനിദശ എന്നീ ദശാകാലങ്ങളൊക്കെ ഉള്ള ഉത്രാട നക്ഷത്രക്കാർക്ക് കൂടുതൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. മറ്റു ദശാകാലങ്ങളിലൊക്കെ ഉള്ള ഉത്രാട നക്ഷത്രക്കാർ 2026 പരിഹാര കർമ്മങ്ങളെ ചെയ്യുക. എല്ലാ ഉത്രാട നക്ഷത്രക്കാർക്കും 2026 വളരെ നല്ലൊരു വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇപ്പോൾ നമുക്ക് തിരുവോണം നക്ഷത്രക്കാരുടെ 2026 എന്ന പുതുവർഷത്തെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ പരിശോധിക്കാം. തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വ്യാഴം പൂർണ്ണമായും അനുകൂല ഭാവത്തിലല്ല. കരുതിയ പല കാര്യങ്ങളും ആസൂത്രണം ചെയ്തവയും സാക്ഷാത്കരിക്കാൻ വിഘ്നങ്ങൾ ഭവിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. പക്ഷേ പ്രതീക്ഷിച്ച പദവിയും ഉയർച്ചയും ഉണ്ടാകണമെന്നില്ല. അല്ലെങ്കിൽ അന്യനാട്ടിലൊക്കെ ആകാം. സ്വന്തം വ്യാപാരത്തിൽ പുരോഗതിക്ക് വേഗമില്ലാത്തത് മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കാം. കാരണങ്ങളൊക്കെ തെളിയാതെ മാറി നിൽക്കുന്നതാണ്. തൊഴിലാളികളുടെയും സഹപ്രവർത്തകരുടെയും സഹകരണം വളരെ കുറവാകുന്ന അനുഭവങ്ങൾ ഉണ്ടായേക്കാം. തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ച് മത്സരങ്ങൾ കഠിനമാവുന്നതാണ്. നിഷ്പ്രയാസമായി ഒരിടത്തും ഒന്നിലും വിജയിക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നിരന്തര പ്രയത്നങ്ങളും ഇച്ഛാശക്തിയോടുകൂടിയുള്ള പ്രവർത്തനങ്ങളും ഉണ്ടെങ്കിൽ വിജയം കൈവരിക്കാൻ സാഹചര്യമുണ്ടാകും. വയോജനങ്ങളുടെ പിന്തുണ ലഭിക്കുന്നതാണ്. ആരോഗ്യപരമായി പൊതുവെ തരക്കേടില്ലാത്ത സന്ദർഭമാണ്. 2-ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നുണ്ട്. പഠനകാര്യത്തിൽ ശൈഥില്യം വരുത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. കുടുംബജീവിതത്തിൽ സംതൃപ്തി ശരാശരി മാത്രമായിരിക്കും. പ്രണയകാര്യങ്ങളിൽ പിണക്കവും ഇണക്കവും ഒക്കെ ഉണ്ടാകാം. ഫ്ളാറ്റ്, വീട് എന്നിവ വാങ്ങാനുള്ള പരിശ്രമം വേണ്ടിവരുന്നതാണ്. തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വർഷത്തിന്റെ ആദ്യ പകുതി ധനലാഭം ഉണ്ടാകുന്നതിനുള്ള സാഹചര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ആരോഗ്യപരമായി നേട്ടങ്ങളുള്ള സമയമാണ്. എന്നാൽ വർഷത്തിന്റെ 2-ാം പകുതി തൊഴിലിൽ വളരെയേറെ മികച്ച അനുഭവങ്ങൾ ഉണ്ടാക്കിയേക്കാം. ഇനി നമുക്ക് തിരുവോണ നക്ഷത്രക്കാരുടെ ദശാകാലത്തെ ഒന്ന് പരിശോധിക്കാം. തിരുവോണ നക്ഷത്രക്കാർ ചന്ദ്രദശയിലാണ് ജനിക്കുക. ഏകദേശം 5 വയസ്സ് വരെ ചന്ദ്രദശ എന്ന കണക്ക് കൂട്ടാം. അങ്ങനെ വരുമ്പോൾ ചൊവ്വാദശ 12 വയസ്സ് വരെയും, രാഹുർദശ 30 വയസ്സ് വരെയും, വ്യാഴദശ 46 വയസ്സ് വരെയും, ശനിദശ 65 വയസ്സ് വരെയും, ഏകദേശം 82 വയസ്സ് വരെ ബുധദശയുമാണ്. 2026 ചൊവ്വാദശ, വ്യാഴദശ, ബുധദശ എന്നീ ദശാകാലങ്ങൾ അനുഭവിക്കുന്ന തിരുവോണ നക്ഷത്രക്കാർക്ക് കൂടുതൽ ഗുണപ്രദമാണ്. മറ്റുള്ള ദശാകാലങ്ങളുള്ളവർ ദോഷശാന്തി പൂജ ചെയ്യുക. ഇപ്പോൾ നമുക്ക് അവിട്ടം നക്ഷത്രക്കാരുടെ 2026 എന്ന വർഷത്തിന്റെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. അവിട്ടം നക്ഷത്ര
നക്ഷത്രം മകരം കുംഭം കൂറുകളിലായി വരുന്ന മുറി നക്ഷത്രമാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ച് സമ്മിശ്ര ഫലമാണ് ലഭിക്കുക. ഉദ്യോഗ കയറ്റമൊക്കെ പ്രതീക്ഷിക്കുന്നവർക്ക് വർഷാന്ത്യം വരെ കാത്തിരിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇഷ്ടദിക്കിലേക്ക് സ്ഥലം മാറ്റത്തിന് തടസ്സങ്ങൾ ഉണ്ടാകാം. രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. ആലസ്യം പ്രവർത്തനങ്ങളെ ബാധിക്കാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. മനസ്സ് പെട്ടെന്ന് തളർച്ചയിലേക്ക് പോകുന്നതാണ്. അസുഖക്കാരനാണ് എന്ന തോന്നലും പിടികൂടിയേക്കാം. ഊഹക്കച്ചവടം ധനനഷ്ടത്തിന് ഇടവരുത്തുന്നതാണ്. ഇടയ്ക്കിടെ ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. കുടുംബത്തിന്റെ പിന്തുണ ലഭിക്കുന്നതാണ്. കുംഭക്കൂറുകാർക്ക് മനസ്സിന് ചാഞ്ചല്യം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകില്ല. ഉറച്ചു നിൽക്കാനുള്ള സാഹചര്യങ്ങൾ എപ്പോഴും ഉണ്ടാകും. തൊഴിലിൽ പ്രമോഷൻ, വേതന വർധനവ് എന്നിവയൊക്കെ കുംഭക്കൂറുകാർക്ക് ലഭിക്കുന്നതാണ്. ആരോഗ്യകാര്യങ്ങളിൽ ക്ലേശങ്ങൾ ഒട്ടൊക്കെ നിയന്ത്രിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടായേക്കാം. പ്രണയിക്കുന്നവർക്ക് ജീവിതത്തിൽ ഒന്നിക്കാൻ സാഹചര്യങ്ങൾ ഉണ്ടാകും. സന്താനങ്ങളില്ലാത്തവർക്ക് സന്താന പ്രാപ്തി കൈവരുന്നതാണ്. ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ അവിട്ട നക്ഷത്രക്കാർക്ക് മെച്ചപ്പെടുന്നതാണ്. മകരക്കൂറുകാരായിട്ടുള്ള അവിട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് വർഷാദ്യം ധനലാഭം ഉണ്ടാകുന്നതാണ്. ആരോഗ്യകാര്യത്തിൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. രണ്ടാം പകുതിയിൽ തൊഴിൽപരമായിട്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. കുംഭക്കൂറുകാരായിട്ടുള്ള അവിട്ട നക്ഷത്രക്കാർക്ക് വർഷത്തിന്റെ ആദ്യ ഭാഗത്ത് സന്താന ഭാഗ്യം ഉണ്ടാകുന്നതാണ്. വിദ്യാഭ്യാസ കാര്യത്തിൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. പൊതുവെ കുംഭക്കൂറുകാരായിട്ടുള്ള അവിട്ട നക്ഷത്രക്കാർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്ന വർഷമാണ്. എന്നാൽ രണ്ടാം പകുതിയിൽ രോഗശാന്തിയും ധനലാഭവും കുംഭക്കൂറുകാരായിട്ടുള്ള അവിട്ട നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതാണ്. ഇനി നമുക്ക് അവിട്ട നക്ഷത്രക്കാരുടെ ദശാകാലത്തെ ഒന്ന് പരിശോധിക്കാം. അവിട്ട നക്ഷത്രക്കാർ ചൊവ്വാദശയിലാണ് ജനിക്കുക. ഏകദേശം 3 വയസ്സ് വരെ ചൊവ്വാദശ എന്നുള്ള കണക്കുകൂട്ടലിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഏകദേശം 21 വയസ്സ് വരെ രാഹുർദശ, ഏകദേശം 37 വയസ്സ് വരെ വ്യാഴദശ, ഏകദേശം 56 വയസ്സ് വരെ ശനിദശ, ഏകദേശം 73 വയസ്സ് വരെ ബുധദശ. അവിട്ട നക്ഷത്രക്കാർക്ക് ഇപ്പോൾ രാഹുർദശ, ശനിദശ എന്നീ ദശാകാലങ്ങളുള്ളവർക്ക് വളരെയേറെ അനുകൂല സമയമാണ്. മറ്റുള്ളവർ നിശ്ചയമായും ദോഷശാന്തി ചെയ്യുക. ഇപ്പോൾ നമുക്ക് ചതയ നക്ഷത്രക്കാരുടെ 2026 എന്ന പുതുവർഷത്തിന്റെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വ്യാഴം 5ലും 6ലുമായിട്ട് സ്ഥിതി ചെയ്യുന്ന സമയമാണ്. 7 ശനി കാലമാണ്. രാഹു ജന്മരാശിയിലാണ്. രാഹു പ്രത്യേകിച്ച് ജന്മനക്ഷത്രത്തിൽ കൂടി സഞ്ചരിക്കുന്ന സമയമാണ്. പൊതുവെ ഗുണാനുഭവങ്ങളും ഒപ്പം പ്രതിസന്ധികളും ഉണ്ടായേക്കാം. വർഷകാലം ഏറെക്കുറെ സമ്മിശ്രമാകാം. എന്നാൽ കൂടുതൽ ഗുണാനുഭവങ്ങളും ഉണ്ടാകുന്നതാണ്. പുതുതായിട്ടുള്ള സംരംഭങ്ങളൊക്കെ തുടങ്ങാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഓരോ ചുവടുപ്പിലും ചതയ നക്ഷത്രക്കാർ കരുതലെടുക്കേണ്ടതാണ്. കൃത്യനിഷ്ഠയോടുകൂടി കാര്യങ്ങളെ സമീപിക്കുക. ഉദ്യോഗസ്ഥരായിട്ടുള്ള ചതയ നക്ഷത്രക്കാർക്ക് തൊഴിലിടത്തിൽ സ്വാധീനം വർദ്ധിക്കുന്നതാണ്. സംഘടനകളിൽ വാക്കുകളൊക്കെ വിലമതിക്കുന്നതാണ്. പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഇൻക്രിമെന്റ് ലഭിക്കുന്നതാണ്. ഉപരിപഠനം ആശിച്ച വിധത്തിൽ പൂർത്തിയാക്കാനാവുന്നതാണ്. വലിയ തീർത്ഥയാത്രകളുടെ ഭാഗമാകുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. മാതാപിതാക്കളെയും കുടുംബത്തെയും ഒക്കെ ജോലി സ്ഥലത്തേക്ക് ഒപ്പം കൊണ്ടുപോയി താമസിക്കുന്നതിനും കുടുംബ ബന്ധത്തിലൊക്കെ കൂടുതൽ സന്തോഷാനുഭവങ്ങൾ ലഭിക്കുന്നതിനും പുതുവർഷത്തിൽ സാഹചര്യമുണ്ട്. കൂടാതെ പ്രണയ സാഫല്യം, സന്താനപ്രാപ്തി മുതലായ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. എന്നിരുന്നാലും വീട് പണി അല്പം നീളുന്നതുമാണ്. ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വർഷത്തിന്റെ ആദ്യ ഭാഗത്ത് സന്താന ഗുണം ഉണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികളായിട്ടുള്ള ചതയ നക്ഷത്രക്കാർക്ക് വിദ്യാഭ്യാസ കാര്യത്തിൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. അതേപോലെ തന്നെ ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകുന്നതാണ്. എന്നാൽ വർഷത്തിന്റെ പകുതിക്ക് ശേഷം രോഗപ്രശ്നത്താൽ വലഞ്ഞിരിക്കുന്നവർക്ക് രോഗശാന്തി ഉണ്ടാകുന്നതാണ്. രണ്ടാം പകുതിയിൽ ചതയ നക്ഷത്രക്കാർക്ക് ധനലാഭം കൂടുതലായി ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ചതയ നക്ഷത്രക്കാരുടെ ദശാകാലത്തെ ഒന്ന് പരിഗണിക്കാം. ചതയ നക്ഷത്രക്കാർ രാഹുർദശയിലാണ് ജനിക്കുക. ഏകദേശം 10 വയസ്സ് വരെ രാഹുർദശ എന്ന കണക്ക് കൂട്ടി മുന്നോട്ട് പോകാം. അങ്ങനെ വരുമ്പോൾ ഏകദേശം 26 വയസ്സ് വരെ വ്യാഴദശ, 45 വയസ്സ് വരെ ശനിദശ, 62 വയസ്സ് വരെ ബുധദശ, 71 വയസ്സ് വരെ കേതുർദശ, ശേഷം ശുക്രദശ എന്നിവയാണ്. അങ്ങനെ വരുമ്പോൾ 2026 വ്യാഴദശ, ബുധദശ, ശുക്രദശ എന്നീ ദശാകാലങ്ങളുള്ള ചതയ നക്ഷത്രക്കാർക്ക് വളരെയേറെ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. എല്ലാ ചതയ നക്ഷത്രക്കാർക്കും 2026 വളരെ നല്ലൊരു വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇപ്പോൾ നമുക്ക് പൂരിട്ടാതി നക്ഷത്രക്കാരുടെ 2026 എന്ന പുതുവർഷത്തിന്റെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ പരിശോധിക്കാം. പൂരിട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് കുംഭം, മീനം കൂറുകളിലായിട്ടാണ് നക്ഷത്രം വരുന്നത്. 7 ശനിക്കാലം തുടരുകയാണ്. കാര്യസാധ്യത്തിന് വേണ്ടി അതുകൊണ്ട് തന്നെ കഠിനാധ്വാനം ആവശ്യമായിട്ടുള്ള സമയമാണ്. പ്രതീക്ഷിച്ച സഹായമൊന്നും കിട്ടണമെന്നില്ല. ശത്രുവാര് മിത്രമാര് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാകും. പലപ്പോഴും സുഹൃത്ത് ബന്ധത്തിൽ വിള്ളലുകൾ വരാനിടയുണ്ട്. വിദ്യാഭ്യാസ കാര്യത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ കിട്ടാവുന്നതാണ്. പരാധീനതകൾക്കിടയിൽ അതൊരു വലിയ ആശ്വാസമായി അനുഭവപ്പെടുന്നതാണ്.
കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കുന്നതാണ്. പ്രവാസികൾക്ക് പുതിയ തൊഴിൽ നിയമങ്ങൾ മൂലം ആശ്വാസം ഉണ്ടാകുന്നതാണ്. ഭൂമി വാങ്ങാനോ വീട് വാങ്ങാനോ ഒക്കെ ശ്രമിക്കുന്ന പുരട്ടാതി നക്ഷത്രക്കാർക്ക് നിരാശ ഉണ്ടായേക്കാം. അക്കാര്യത്തിൽ അല്പം കൂടി കാത്തിരിപ്പ് ആവശ്യമായി വന്നേക്കാം. പ്രണയബന്ധമൊക്കെയുള്ള പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് വീട്ടുകാരുടെ എതിർപ്പ് നേരിടേണ്ടി വന്നേക്കാം. മാതാപിതാക്കൾ കണ്ടെത്തുന്ന ജീവിത പങ്കാളിയെ സ്വീകരിക്കാനാണ് സാധ്യത. സാമ്പത്തിക സമ്മർദ്ദത്തിന് അയവുണ്ടാകുന്ന ഒരു വർഷം കൂടിയാണ് 2026 പൂരിട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച്. കുംഭക്കൂറിൽ വരുന്ന പൂരിട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് വർഷത്തിന്റെ ആദ്യ ഭാഗത്ത് സന്താന ഭാഗ്യം ഉണ്ടാകുന്നതാണ്. വിദ്യാഭ്യാസ കാര്യത്തിൽ ഗുണാനുഭവങ്ങളും പൊതുവെ എല്ലാ കാര്യത്തിലും ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകുന്നതാണ്. എന്നാൽ രണ്ടാം പകുതിക്ക് ശേഷം കുംഭക്കൂറുകാരായിട്ടുള്ള പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് രോഗങ്ങളുള്ളവർക്ക് രോഗശാന്തി ഉണ്ടാകുന്നതാണ്. ധനലാഭം ഉണ്ടാകുന്നതാണ്. മീനക്കൂറിൽ വരുന്ന പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് വർഷത്തിന്റെ ആദ്യ പകുതിയിൽ തൊഴിൽപരമായി ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. വീട്, വാഹനം എന്നിവയ്ക്ക് ലാഭം ഉണ്ടാകുന്നതാണ്. വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ മീനക്കൂറുകാരായിട്ടുള്ള പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് സന്താന ഭാഗ്യം കൈവരുന്നതാണ്. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകുന്നതാണ്. പൊതുവെ എല്ലാ കാര്യത്തിലും മീനക്കൂറിൽ വരുന്ന പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകുന്നതാണ്. ഇനി നമുക്ക് പൂരിട്ടാതി നക്ഷത്രക്കാരുടെ ദശാകാലത്തെ ഒന്ന് പരിശോധിക്കാം. പൂരിട്ടാതി നക്ഷത്രക്കാർ വ്യാഴദശയിലാണ് ജനിക്കുക. ഏകദേശം 8 വയസ്സ് വരെ വ്യാഴദശ എന്ന് കണക്ക് കൂട്ടാം. അങ്ങനെ വരുമ്പോൾ ഏകദേശം 27 വയസ്സ് വരെ ശനിദശയും 44 വയസ്സ് വരെ ബുധദശയും 51 വയസ്സ് വരെ കേതുർദശയും 71 വയസ്സ് വരെ ശുക്രദശയുമാണ്. 2026 ശനിദശയും കേതുർദശയും ഒക്കെയുള്ള പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് കൂടുതൽ ഗുണപ്രദമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. മറ്റുള്ളവർ നിർബന്ധമായിട്ടും ദോഷശാന്തി കാര്യങ്ങൾ ചെയ്യുക. എല്ലാ പൂരിട്ടാതി നക്ഷത്രക്കാർക്കും വളരെ നല്ലൊരു വർഷമാകട്ടെ 2026 എന്ന് ആശംസിക്കുന്നു. ഇപ്പോൾ നമുക്ക് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ 2026 സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്ര ഫലത്തെ പരിശോധിക്കാം. ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ജന്മശനിക്കാലമാണ്. ഇത് എല്ലായ്പ്പോഴും ഓർമ്മയിൽ ഉണ്ടാകുക. തടസ്സങ്ങൾ സഹജമാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. സ്വശക്തിയൊക്കെ ദുർബലമാകുന്നതാണ്. അകാരണമായിട്ടുള്ള ഭയം പിടിപെടാനുള്ള സാഹചര്യങ്ങളും ഉണ്ടായേക്കാം. സ്വയം ഓരോരോ കാരണങ്ങൾ കണ്ടെത്തി ചെയ്യുന്ന പ്രവൃത്തികളിൽ ഒഴിവുകഴിവ് പറയാനിടയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. വലിയ മുതൽ മുടക്കുകൾക്ക് മുതിരാതിരിക്കുക. വ്യാഴം 4ലും 5ലും തുടരുകയാണ്. ഗാർഹിക അന്തരീക്ഷം കുറെയൊക്കെ മെച്ചപ്പെടുന്നതാണ്. കുടുംബാംഗങ്ങൾക്ക് പലതരം ക്ഷേമൈശ്വര്യങ്ങൾ വന്നെത്തുന്നതാണ്. മകന്റെ അഥവാ മകളുടെയൊക്കെ പഠിപ്പ് അഭിവൃദ്ധിയിലാകുന്നതാണ്. തൊഴിലിനായിട്ടുള്ള പരിശ്രമങ്ങൾ വിജയിക്കുന്നതാണ്. രോഗികൾക്ക് ആരോഗ്യപുഷ്ടി ഉണ്ടാകുന്നതാണ്. എന്നിരുന്നാലും തുടർ ചികിത്സ ആവശ്യമായി വന്നേക്കാം. 12ൽ രാഹു നിൽക്കുകയാണ്. ചെലവുകൾ ഉയരുന്നതാണ്. പാഴ്ചെലവുകൾ അതുകൊണ്ട് തന്നെ നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട്. പ്രവാസ ജീവിതത്തിനും സാഹചര്യമുണ്ട്. പ്രണയ ജീവിതത്തിൽ അല്പം പ്രതിസന്ധികൾ ഉണ്ടാകാം. തുടങ്ങിയ വീട് പണി ഇഴഞ്ഞും വലിഞ്ഞുമൊക്കെ നീങ്ങുന്ന അവസ്ഥ ഉണ്ടായേക്കാം. ഉത്രട്ടാതി നക്ഷത്രം മീനക്കൂറിൽ വരുന്ന നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് വർഷത്തിന്റെ ആദ്യ പകുതിയിൽ തൊഴിൽപരമായി ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും. വീട്, വാഹനം എന്നിവയ്ക്കുള്ള ലാഭം ഉണ്ടാകുന്നതാണ്. വർഷത്തിന്റെ രണ്ടാം പകുതി ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് സന്താന ഭാഗ്യം ആഗ്രഹിക്കുന്നവർക്ക് സന്താന ഭാഗ്യം ലഭിക്കുന്നതാണ്. വിദ്യാഭ്യാസ കാര്യത്തിൽ പുരോഗതി ഉണ്ടാകുന്നതാണ്. പൊതുവെ ഭാഗ്യ അനുഭവങ്ങളും ഉണ്ടാകുന്നതാണ്. ഇനി നമുക്ക് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ദശാകാലത്തെ ഒന്ന് പരിശോധിക്കാം. ഉത്രട്ടാതി നക്ഷത്രക്കാർ ശനിദശയിലാണ് ജനിക്കുക. ഏകദേശം 10 വയസ്സ് വരെ ശനിദശ എന്ന് കണക്ക് കൂട്ടാം. അങ്ങനെ വരുമ്പോൾ ഏകദേശം 27 വയസ്സ് വരെ ബുധദശയും 34 വയസ്സ് വരെ കേതുർദശയും 54 വയസ്സ് വരെ ശുക്രദശയും 60 വയസ്സ് വരെ സൂര്യദശയും 70 വയസ്സ് വരെ ചന്ദ്രദശയും 77 വയസ്സ് വരെ ചൊവ്വാദശയുമാണ്. 2026 ബുധദശ, ശുക്രദശ, ചന്ദ്രദശ എന്നീ ദശാകാലങ്ങളുള്ള ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വർഷം കൂടുതൽ ഗുണപ്രദമാണ്. മറ്റുള്ളവർ നിർബന്ധമായും ദോഷപരിഹാരത്തെ ചെയ്യുക. എല്ലാ ഉത്രട്ടാതി നക്ഷത്രക്കാർക്കും 2026 വളരെ നല്ലൊരു വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇപ്പോൾ നമുക്ക് രേവതി നക്ഷത്രക്കാരുടെ 2026 സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലത്തെ പരിശോധിക്കാം. രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് 7 ശനിക്കാലം തുടരുകയാണ്. എല്ലാ മേഖലയിലും ശക്തിക്ഷയമോ പരാജയമോ ഉണ്ടാകാൻ സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും കരുതലെടുക്കേണ്ടതാണ്. സാഹസ കാര്യങ്ങൾക്ക് ഒരു കാരണവശാലും മുതിരാതിരിക്കുക. സാമ്പത്തികമായി പൊതുവെ അച്ചടക്കം അനിവാര്യമായിട്ടുള്ള സമയമാണ്. കൂട്ടുകെട്ടുകളിലൊക്കെ ജാഗ്രത പുലർത്തേണ്ടതാണ്. പുതിയ തൊഴിലിനായി നിലവിലെ ജോലി ഉപേക്ഷിക്കുന്നത് പലവട്ടം ആലോചിച്ചു വേണം ചെയ്യാൻ. നിലവിലെ ബിസിനസ് മുന്നോട്ട് പോകാനും സാഹചര്യം ഉണ്ടാകുന്നതാണ്. പക്ഷേ വലിയ തോതിൽ പണം മുടക്കിയുള്ള റിസ്ക് എടുക്കാതിരിക്കുക. ഏജൻസി, കമ്മീഷൻ ഏർപ്പാടുകളൊക്കെ ചെയ്യുന്നവർക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. വീട് നിർമ്മാണം തുടങ്ങാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. എന്നാൽ പൂർത്തിയാക്കാനൊക്കെ അല്പം കാലതാമസം ഉണ്ടാകുന്നതാണ്. മക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി വാഹനം തുടങ്ങിയ ചെലവുകൾ ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാം. അനാവശ്യ ചെലവുകളെയൊക്കെ നിയന്ത്രിക്കുക. അനുരാഗ കാര്യങ്ങളിൽ കുടുംബത്തിന്റെ എതിർപ്പ് നേരിടുന്ന സാഹചര്യങ്ങളും ഉണ്ടാകാം.
ബന്ധങ്ങൾക്ക് ശൈഥില്യം ഉണ്ടാകാം, മനസ്സിനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബാധിക്കാൻ ഇടയുണ്ട്. ആത്മീയ സാധനങ്ങളൊക്കെ മുടക്കാതെ ഇരിക്കാൻ ശ്രദ്ധ ചെലുത്തുക. അപരിചിതരുമായുള്ള ദീർഘദൂര യാത്രകളൊക്കെ ഒഴിവാക്കുക. ഏഴരശനിക്കാലമാണ്, അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവർത്തികളൊക്കെ ഒഴിവാക്കുക. രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് വർഷത്തിന്റെ ആദ്യ പകുതിയിൽ തൊഴിൽപരമായി കൂടുതൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. കൂടാതെ വീട്, വാഹനം എന്നിവയ്ക്കുള്ള ലാഭം ഉണ്ടാകുന്നതാണ്. വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ സന്താന പ്രാപ്തിയൊക്കെ ആഗ്രഹിക്കുന്ന രേവതി നക്ഷത്രക്കാർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകുന്നതാണ്. വിദ്യാഭ്യാസ കാര്യത്തിലും പുരോഗതി ഉണ്ടാകുന്നതാണ്. രേവതി നക്ഷത്രക്കാർക്ക് രണ്ടാം പകുതിയിൽ ഭാഗ്യാനുഭവങ്ങളും വർദ്ധിക്കുന്നതാണ്. ഇനി നമുക്ക് രേവതി നക്ഷത്രക്കാരുടെ ദശാകാലത്തെ ഒന്ന് പരിഗണിക്കാം. രേവതി നക്ഷത്രക്കാർ ബുധദശയിലാണ് ജനിക്കുക. ഏകദേശം 10 വയസ്സ് വരെ ബുധദശ എന്ന് കരുതാം. അങ്ങനെ വരുമ്പോൾ 17 വയസ്സ് വരെ കേതുർദശയും, 37 വയസ്സ് വരെ ശുക്രദശയും, 43 വയസ്സ് വരെ സൂര്യദശയും, 53 വയസ്സ് വരെ ചന്ദ്രദശയും, 60 വയസ്സ് വരെ ചൊവ്വാദശയും, 71 വയസ്സ് വരെ രാഹുർദശയുമാണ്. 2026-ൽ കേതുർദശ, സൂര്യദശ, ചൊവ്വാദശ എന്നീ ദശാകാലങ്ങളൊക്കെ അനുഭവിക്കുന്ന രേവതി നക്ഷത്രക്കാർക്ക് കൂടുതൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. മറ്റുള്ളവർ നിർബന്ധമായിട്ടും ദോഷപരിഹാരത്തെ ചെയ്യുക. എല്ലാ രേവതി നക്ഷത്രക്കാർക്കും 2026 വളരെ നല്ലൊരു വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ജ്യോതിഷം തുടങ്ങിയ എല്ലാ ഭാരതീയ ശാസ്ത്രങ്ങൾ സംബന്ധിച്ചുള്ള വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.